അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യയിലുള്ള ആളുകളോട് തൻ്റെ ജീവിതത്തിൻ്റെ യഥാർത്ഥ പ്രശംസ എന്താണ് എന്ന് താനെ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, എൻ്റെ ജീവിതത്തിൻ്റെ പ്രശംസ, എൻ്റെ കമൻറ്റേഷൻ, എന്നെ ശ്ലാഘിക്കുന്നത് ദൈവം സുവിശേഷത്തിലൂടെ മനുഷ്യരുടെ ജീവിതത്തിൽ വരുത്തിയ വ്യതിയാനമാണ് എന്നാണ് അദ്ദേഹം അതിനെക്കുറിച്ച് പറഞ്ഞത്. തൻ്റെ ജീവിതത്തിന് ധൈര്യമായിട്ട് താൻ പറയുന്നത് ദൈവം തന്നെ പുതിയ നിയമത്തിൻ്റെ ശുശ്രൂഷകനാക്കി തീർത്തിരിക്കുന്നു എന്നുള്ളതാണ്. ഹി ഈസ് എ മിനിസ്റ്റർ ഓഫ് ദ ന്യൂ കവനന്റ്. പുതിയ നിയമത്തിൻ്റെ ശുശ്രൂഷകൻ എന്ന നിലയിലാണ് ദൈവം അദ്ദേഹത്തെ ആക്കിയിരിക്കുന്നത്. അതാണ് തൻ്റെ ജീവിതത്തിൻ്റെ ധൈര്യമായിട്ട് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. പുതിയ നിയമത്തിൻ്റെ, പുതിയ ഉടമ്പടിയുടെ ശുശ്രൂഷകന്മാർ, പുതിയ ഉടമ്പടിയുടെ അനുഭവം എന്ന് പറയുന്നത് നിസ്തുല്യമായ അനുഭവമാണ് എന്നാണ് പൗലോസ് തുടർന്ന് നമ്മളോട് പറയാനായിട്ട് പോകുന്നത്. ഉദാഹരണമായി പറയുകയാണെങ്കിൽ, ബലഹീനമായ ഉദാഹരണമാണ് എന്ന് എനിക്കറിയാം. നമുക്ക് ഇന്ന് യാത്രയ്ക്കായിട്ട് ട്രെയിനുകളും അതുപോലെ തന്നെ പ്ലെയിനുകളും ഒക്കെ ഉണ്ട്. അപ്പോൾ ആ അവസരത്തിൽ വേണമെങ്കിൽ നമുക്ക് യാത്രയ്ക്ക് വേണ്ടി കാളവണ്ടി ഉപയോഗിക്കാം. അതും സാധ്യമായിരിക്കുന്ന ഒരു കാര്യമാണ്. എന്ന് ഞാൻ വിചാരിക്കുന്നു, പ്ലെയിനിൽ പോകുന്നതാണ് കാളവണ്ടിയിൽ പോകുന്നതിനേക്കാളും നല്ലത്, അല്ലേ? അങ്ങനെയല്ലേ? ഞാൻ ഒരുപാട് പരിജ്ഞാനമില്ലാതെ പറഞ്ഞാലും നിങ്ങളതിനോട് യോജിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. പുതിയ ഉടമ്പടി വന്നതിന് ശേഷം ഈ പഴയ ഉടമ്പടിയിലേക്ക് പോകുന്നത് പ്ലെയിൻ വന്ന സ്ഥിതിയിൽ കാളവണ്ടിയിലേക്ക് പോകുന്ന ഒരു പരിപാടിയാണ്. അതാണ് അപ്പോസ്തലനായ പൗലോസ് നമ്മളോട് പറയുന്നത്. അവിടെ ഈ പുതിയ ഉടമ്പടിയുടെ പ്രത്യേകതയെക്കുറിച്ച്, അതിൻ്റെ മഹത്വത്തെക്കുറിച്ച്, അതിൻ്റെ ധൈര്യത്തെക്കുറിച്ച്, അത് വരുത്തുന്നതായിരിക്കുന്ന രൂപാന്തരത്തെക്കുറിച്ചാണ് പൗലോസ് നമ്മളോട് ഇന്ന് പറയാനായിട്ട് പോകുന്നത്. അതിനായിട്ട് നിങ്ങൾ 2 കൊരിന്ത്യർ അതിൻ്റെ 3-ാമത്തെ അധ്യായത്തിൻ്റെ 8 മുതലുള്ളതായിരിക്കുന്ന വാക്യങ്ങൾ, അല്ല 7 മുതലുള്ളതായിരിക്കുന്ന വാക്യങ്ങൾ, 7 മുതൽ അതിൻ്റെ അവസാനം വരെ, അതായത് 18 വരെയുള്ളതായിരിക്കുന്ന വാക്യങ്ങളാണ് ഞാൻ നിങ്ങളുടെ മുൻപിൽ വായിക്കുന്നത്. അദ്ദേഹം 6-ാമത്തെ വാക്യത്തിൽ പറഞ്ഞപ്പോൾ പറഞ്ഞു, അക്ഷരത്തിൻ്റെ ശുശ്രൂഷകന്മാരല്ല, ആത്മാവിൻ്റെ ശുശ്രൂഷകന്മാരാണ്. അക്ഷരം കൊല്ലുന്നു, ആത്മാവോ ജീവിപ്പിക്കുന്നു എന്ന് പറഞ്ഞു. എന്നിട്ട് 7-ാമത്തെ വാക്യം വരെ ഞാൻ വായിക്കുന്നു. എന്നാൽ കല്ലിൽ അക്ഷരമായി കൊത്തിയിരുന്ന മരണ ശുശ്രൂഷ നീക്കം വരുന്നതായ മോശയുടെ മുഖ തേജസ് നിമിത്തം ഇസ്രയേൽ മക്കൾക്ക് അവൻ്റെ മുഖത്ത് നോക്കിക്കൂടാതെ വണ്ണം തേജസ്സുള്ളത് ആയി എങ്കിൽ ആത്മാവിൻ്റെ ശുശ്രൂഷ അധികം തേജസ്സുള്ളത് ആകയില്ലയോ? ശിക്ഷാവിധിയുടെ ശുശ്രൂഷ തേജസ്സാകുന്നുവെങ്കിൽ നീതിയുടെ ശുശ്രൂഷ തേജസ് ഏറിയത് ആയിരിക്കും. അതേ തേജസ്സോട് കൂടിയത് ഈ കാര്യത്തിൽ അതിമഹത്തായ തേജസ് നിമിത്തം ഒട്ടും തേജസ്സില്ലാത്തത് ആയി. നീക്കം വരുന്നത് തേജസ്സുള്ളതായിരുന്നുവെങ്കിൽ നിലനിൽക്കുന്നത് എത്രയധികം തേജസ്സുള്ളത് ആയിരിക്കും. ഈ വിധം പ്രത്യാശയുള്ളവരായി ഞങ്ങൾ വളരെ പ്രാഗൽഭ്യത്തോടെ സംസാരിക്കുന്നു. നീങ്ങിപ്പോകുന്നതിൻ്റെ അന്തം ഇസ്രായേൽ മക്കൾ കാണാതെ വണ്ണം മോശ തൻ്റെ മുഖത്ത് മൂടുപടം ഇട്ടതുപോലെയല്ല. എന്നാൽ അവരുടെ മനസ്സ് കഠിനപ്പെട്ടു പോയി. പഴയ നിയമം വായിക്കുമ്പോഴൊക്കെയും ആ മൂടുപടം നീങ്ങാതെ ഇന്നുവരെ ഇരിക്കുന്നുവല്ലോ. അത് ക്രിസ്തുവിൽ നീങ്ങിപ്പോകുന്നു. മോശയുടെ പുസ്തകം വായിക്കുമ്പോൾ മൂടുപടം ഇന്നയോളം അവരുടെ ഹൃദയത്തിന്മേൽ കിടക്കുന്നു. കർത്താവിങ്കിലേക്ക് തിരിയുമ്പോൾ മൂടുപടം നീങ്ങിപ്പോകും. കർത്താവ് ആത്മാവാകുന്നു. കർത്താവിൻ്റെ ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. എന്നാൽ മൂടുപടം നീങ്ങിയ മുഖത്ത് കർത്താവിൻ്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായി നാം എല്ലാവരും ആത്മാവാകുന്ന കർത്താവിൻ്റെ ദാനമായി തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടുന്നു. ഇത് നിങ്ങൾക്ക് കാഠിന്യമേറിയ ഒരു വേദഭാഗമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ വേദഭാഗമൊക്കെ നമ്മൾ അങ്ങനെ വളരെ പഠിച്ചിട്ടുള്ളതായിരിക്കുന്ന ഒരു വേദഭാഗമല്ല. സുവിശേഷത്തെക്കുറിച്ചുള്ളതായിരിക്കുന്ന ഗ്രാഹ്യം നിങ്ങൾക്കില്ല എങ്കിൽ ഇത് കഠിനമായ ഒരു സന്ദേശമായിരിക്കും എന്നാണ് ഞാൻ മുന്നറിയിപ്പ് നൽകാൻ ആഗ്രഹിക്കുന്നത്. അവിടെ അപ്പോസ്തലനായ പൗലോസ് 7 മുതൽ പറയുന്നതായിരിക്കുന്ന ഈ സംഭവം പുറപ്പാട് പുസ്തകം അതിൻ്റെ 34-ാമത്തെ അധ്യായത്തിൽ അതിൻ്റെ 27 മുതലുള്ളതായിരിക്കുന്ന വാക്യങ്ങളിൽ പറയുന്നതായിരിക്കുന്ന സംഭവമാണ്. പുറപ്പാട് പുസ്തകമൊക്കെ വായിച്ചിട്ട് എത്ര കാലമായി?
പുറപ്പാട് പുസ്തകം വായിച്ച കുറച്ചാളായല്ലേ? അപ്പം അതുകൊണ്ട് ഞാൻ പുറപ്പാട് പുസ്തകം അതിൻ്റെ 34-ാമത്തെ അധ്യായത്തിൻ്റെ 27 മുതലുള്ളതായിരിക്കുന്ന വാക്യങ്ങൾ ഞാൻ നിങ്ങളുടെ മുൻപിൽ വായിക്കുന്നു. കാരണം ആ പശ്ചാത്തലമൊക്കെ നിങ്ങൾക്ക് അറിയാമോ, അതൊന്നും നിങ്ങളുടെ ഓർമ്മയിലുണ്ടോ എന്നെനിക്കറിയില്ല. ശരി, ഇങ്ങനെയാണ് മോശ എഴുതുന്നത്. യഹോവ പിന്നെയും മോശയോട്, ഈ വചനങ്ങളെ എഴുതിക്കൊള്ളുക, ഈ വചനങ്ങൾ ആധാരമാക്കി ഞാൻ നിന്നോടും ഇസ്രായേലിനോടും നിയമം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞു. നിയമം ചെയ്തിരിക്കുന്നു പറഞ്ഞപ്പോൾ എന്താ? ഇതാണ് ഉടമ്പടി. പഴയ ഉടമ്പടി എന്ന് പറയുന്നതായിരിക്കുന്ന ഉടമ്പടിയെക്കുറിച്ചാണ് മോശ പറയുന്നത്. അവൻ അവിടെ ഭക്ഷണം കഴിക്കാതെയും, അവിടെ എന്ന് പറയുന്നത് പർവ്വതത്തിന് മുകളിലാണ്, അവൻ അവിടെ ഭക്ഷണം കഴിക്കാതെയും വെള്ളം കുടിക്കാതെയും 40 പകലും 40 രാവും യഹോവയോടുകൂടെ ആയിരുന്നു. അവൻ 10 കൽപ്പനയായ നിയമത്തിൻ്റെ വചനങ്ങളെ പലകയിൽ എഴുതി കൊടുത്തു. അവൻ തന്നോട് അരുളി ചെയ്ത നിമിത്തം തൻ്റെ മുഖത്തിൻ്റെ ത്വക്ക് പ്രകാശിച്ചു എന്ന് മോശ സാക്ഷ്യത്തിൻ്റെ പലക രണ്ടും കയ്യിൽ പിടിച്ചുകൊണ്ട് സീനായി പർവ്വതത്തിൽ നിറങ്ങുമ്പോൾ അറിഞ്ഞില്ല. അഹരോനും ഇസ്രായേൽ മക്കളെല്ലാവരും മോശയെ നോക്കിയപ്പോൾ അവൻ്റെ മുഖത്തിൻ്റെ ത്വക്ക് പ്രകാശിക്കുന്നത് കണ്ടു. അതുകൊണ്ട് അവർ അവൻ്റെ അടുക്കൽ ചെല്ലുവാൻ ഭയപ്പെട്ടു. മോശ അവരെ വിളിച്ചു. അപ്പോൾ അഹരോനും സഭയിലെ പ്രമാണികളൊക്കെയും അവൻ്റെ അടുക്കൽ മടങ്ങി വന്നു. മോശ അവരോട് സംസാരിച്ചു. അതിന് ശേഷം ഇസ്രായേൽ മക്കളൊക്കെയും അവൻ്റെ അടുക്കൽ ചെന്നു. സീനായി പർവ്വതത്തിൽ വെച്ച് യഹോവ തന്നോട് അരുളി ചെയ്തതൊക്കെയും അവൻ അവരോട് ആജ്ഞാപിച്ചു. മോശ അവരോട് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ അവൻ തൻ്റെ മുഖത്ത് ഒരു മൂടുപടം ഇട്ടു. മോശ യഹോവയോട് സംസാരിക്കേണ്ടതിന് അവൻ്റെ സന്നിധാനത്തിൽ കടക്കുമ്പോൾ പുറത്തു വരുവോളം മൂടുപടം നീക്കിയിരിക്കും. തന്നോട് കൽപ്പിച്ചത് അവൻ പുറത്തു വന്ന ഇസ്രായേൽ മക്കളോട് പറയും. ഇസ്രായേൽ മക്കൾ മോശയുടെ മുഖത്തെ ത്വക്ക് പ്രകാശിക്കുന്നതായി കണ്ടതുകൊണ്ട് മോശ അവരോട് സംസാരിക്കേണ്ടതിന് അകത്ത് കടക്കുവോളം മൂടുപടം പിന്നെയും തൻ്റെ മുഖത്ത് ഇട്ടുകൊണ്ടു. അപ്പോൾ ഈ സംഭവം എന്താണ് എന്ന് ചോദിച്ചാൽ, മോശ ന്യായപ്രമാണം 10 കൽപ്പനകൾ ദൈവത്തിൻ്റെ കരങ്ങളിൽ നിന്ന് പ്രാപിക്കാനായിട്ട് സീനായി പർവ്വതത്തിൽ കയറിച്ചു. അപ്പോൾ കർത്താവ് പറഞ്ഞു, നീ ഇവിടെ എൻ്റെ അടുക്കൽ ഇരിക്കുക. 40 ദിവസം അവൻ ആഹാരം ഒന്നും കഴിച്ചില്ല, വെള്ളവും കുടിച്ചില്ല. അങ്ങനെ ദൈവസന്നിധിയിൽ ഇരുന്ന് ദൈവം തന്നെ തൻ്റെ കരങ്ങൾ കൊണ്ട് ഈ 10 കൽപ്പനകൾ മോശയ്ക്ക് എഴുതി അവൻ്റെ കയ്യിൽ കൊടുത്തു. അതും കൊണ്ട് താഴോട്ട് വരുമ്പോഴേ തൻ്റെ മുഖം പ്രകാശിക്കുന്നു എന്നുള്ള കാര്യം പുള്ളിക്കറിയില്ലായിരുന്നു. കാരണം അത് കണ്ണാടിയൊന്നുമില്ലല്ലോ. നമ്മളാണെങ്കിൽ എന്ത് ചെയ്യും, നമ്മളിപ്പോഴത്തെ ഐഫോൺ എടുത്തതിന് ശേഷം ഫേസ് ടൈം അപ്പം നോക്കിയാൽ മതി, അപ്പോൾ പ്രകാശിച്ചു എന്ന് മനസ്സിലായി. അങ്ങനെയുള്ള ക്രമീകരണമൊന്നും അതൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് മുഖത്തിന് എന്ത് സംഭവിച്ചു എന്നുള്ള കാര്യം മോശ അറിഞ്ഞില്ല. മോശ ഇങ്ങനെ ഇറങ്ങി വന്നപ്പോൾ അഹരോനും യോശുവയും കൂട്ടുകാരും എല്ലാം കൂടെ അവിടെ നിന്ന് നോക്കിയപ്പോൾ തേണ്ട് തേജസ്, മുഖത്തു നിന്ന് ഇങ്ങനെ തേജസ് പ്രകാശിക്കുന്നവനായിട്ടാണ് മോശ ഇറങ്ങി വരുന്നത്. അങ്ങോട്ട് അടുത്ത് ചെല്ലാനായിട്ട് ആളുകൾക്കെല്ലാം പേടിയായി. അപ്പം മോശ പറഞ്ഞു, നിങ്ങൾ പേടിക്കണ്ട, നിങ്ങളിങ്ങ് അടുത്ത് പോരെ എന്ന് പറഞ്ഞ് അവരോട് മോശ സംസാരിച്ചു. എന്നിട്ട് മോശ ആളുകൾ ഇത് കാണാതെ, അല്ലെങ്കിൽ ആളുകൾക്ക് ബുദ്ധിമുട്ട്, ഞാനതിൻ്റെ കാര്യങ്ങളുമായി അപ്പോസ്തലനായ പൗലോസ് പറയുന്ന വ്യാഖ്യാനം ഞാൻ പറയാം. മോശ ഏതായാലും ഈ തേജസ് ആളുകൾ കാണാതിരിക്കാനായിട്ട് എന്ത് ചെയ്തു, തൻ്റെ മുഖത്ത് ഒരു മൂടുപടം ഇട്ടു. അപ്പം മനുഷ്യൻ്റെ നേരെ തിരിയുന്ന അവസരത്തിലെല്ലാം മോശയുടെ മുഖത്തൊരു മൂടുപടമുണ്ട്. എന്നാൽ ദൈവസന്നിധിയിലേക്ക് താൻ ദൈവത്തോട് സംസാരിക്കാനായിട്ട് ചെല്ലുമ്പോൾ ഈ മൂടുപടം മാറ്റും. അപ്പം അതാണ് ഇതിൻ്റെ പശ്ചാത്തലം എന്ന് പറയുന്നത്, ഈ സംഭവമാണ്. എന്നിട്ട് അപ്പോസ്തലനായ പൗലോസ് നമ്മളോട് പറയുമ്പോൾ 2 കൊരിന്ത്യർ 3-ാമത്തെ അധ്യായത്തിൽ നമ്മളോട് പറയുമ്പോൾ താൻ പറഞ്ഞു, ഈ അക്ഷരത്തിൻ്റെ ശുശ്രൂഷ എന്ന് പറയുന്നതായിരിക്കുന്ന ന്യായപ്രമാണത്തിൻ്റെ ശുശ്രൂഷ എന്ന് പറയുന്നത് അത് തേജസ്സിൻ്റെ ശുശ്രൂഷയായിരുന്നു. ഈ 10 കൽപ്പനകൾ വാങ്ങിക്കാനായിട്ട് മോശ പർവ്വതത്തിലേക്ക് കയറി ചെന്നപ്പോൾ അവൻ്റെ മുഖം പ്രകാശിച്ചു. ത്വക്ക് began to radiate light. തൻ്റെ ത്വക്ക് പ്രകാശപൂരിതമായിട്ട് തൻ്റെ മുഖത്ത് നിന്ന് തേജസ് ആളുകളുടെ കണ്ണുകൾക്ക് മുൻപിൽ പ്രകാശിച്ചു എന്നുള്ളതായിരിക്കുന്ന കാര്യമാണ് നമ്മൾ പഴയ നിയമത്തിൽ വായിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, എന്നാൽ കല്ലിൽ അക്ഷരമായി കൊത്തിയിരുന്ന മരണ ശുശ്രൂഷ, കല്ലിൽ അക്ഷരമായി
കൊത്തിയിരുന്ന മരണത്തിന് ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ 10 കൽപ്പനകൾ ദൈവം നൽകിയതായിരിക്കുന്ന ആ ശുശ്രൂഷയെക്കുറിച്ചാണ് പറയുന്നത്. അത് തേജസ് ഉള്ളതായിരുന്നു എങ്കിൽ കൊത്തിയിരുന്ന മരണ ശുശ്രൂഷ നീക്കം വരുന്നതുമായ മോശയുടെ മുഖതേജസ് നിമിത്തം ഇസ്രായേൽ മക്കൾക്ക് അവൻ്റെ മുഖത്ത് നോക്കിക്കൂടാതെ വണ്ണം തേജസ് ഉള്ളത് ആയി എങ്കിൽ, അപ്പൊ ഈ ശുശ്രൂഷയുടെ മഹത്വം എന്താണ് എന്ന് ചോദിച്ചാൽ ആളുകൾക്ക് മോശയുടെ മുഖത്ത് നോക്കാൻ കഴിയാത്ത വിധം അത്രമാത്രം തേജസ്സുള്ള ഒരു പരിപാടിയായിട്ടാണ് ഈ 10 കൽപ്പനകളെ അല്ലെങ്കിൽ ന്യായപ്രമാണത്തെ പഴയ ഉടമ്പടിയെ ദൈവം മോശയ്ക്ക് കൊടുത്തത്. അപ്പൊ ചില അവസരങ്ങളിലൊക്കെ ന്യായപ്രമാണത്തെക്കുറിച്ചും നിയമത്തെക്കുറിച്ചും ഒക്കെ പറയുമ്പോൾ ന്യായപ്രമാണത്തെ സംബന്ധിച്ച് ദൈവം പരാജയപ്പെട്ട ഒരു ധ്വനി ചിലപ്പം വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ന്യായപ്രമാണം പരാജയപ്പെട്ടു പോയി അല്ലേ? തമ്പുരാനെ ഈ ന്യായപ്രമാണം നൽകിയത് അബദ്ധത്തിൽ കൊടുത്തത്, അതുകൊണ്ട് ഒരു ഗുണവും മനുഷ്യർക്ക് ഉണ്ടായില്ല, ആകെപ്പാടെ ഈ പണി പാളിപ്പോയി എന്ന് വിചാരിക്കുന്ന ഒരു ധ്വനി ചില അവസരത്തിൽ സാധ്യമാണ്. അത് വളരെ തെറ്റായിരിക്കുന്ന ഒരു ധ്വനിയാണ്. ന്യായപ്രമാണത്തെക്കുറിച്ച് പറയാൻ കഴിയുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ന്യായപ്രമാണത്തെക്കുറിച്ച് ദൈവം എന്തെല്ലാം ഉദ്ദേശിച്ചുവോ അത് 100% ദൈവം പൂർത്തീകരിച്ചു എന്നുള്ള കാര്യമാണ്. അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് ഇത് തേജസ്സേറിയ ഒരു ശുശ്രൂഷയാണ്, അതേക്കുറിച്ച് യാതൊരു തർക്കമില്ല. പിന്നെ ന്യായപ്രമാണത്തെക്കുറിച്ച് പറ്റിയ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, ദൈവം എന്തിനു വേണ്ടിയാണ് ന്യായപ്രമാണം കൊടുത്തത് എന്നുള്ള കാര്യം ആളുകൾ തെറ്റിദ്ധരിച്ചു എന്നുള്ളത് അതിലെ ഒരു പ്രശ്നമാണ്. എന്നാൽ ദൈവം എന്താണോ ഉദ്ദേശിച്ചത് അതൊക്കെ ന്യായപ്രമാണം കൊണ്ട് നേടിയെടുക്കാനായിട്ട് സാധിച്ചു. അപ്പം അത് തേജസ്സേറിയ ശുശ്രൂഷയാണ് എന്നുള്ള കാര്യമാണ് അപ്പോസ്തലനായ പൗലോസ് ആദ്യമേ തന്നെ നമ്മളോട് പറയുന്നത്. അക്ഷരമായി കല്ലിൽ കൊത്തിയതായിരിക്കുന്ന ന്യായപ്രമാണത്തിൻ്റെ ശുശ്രൂഷ തേജസ്സേറിയ ശുശ്രൂഷയാണ്. എന്നാൽ അതൊരു മരണ ശുശ്രൂഷയാണ്. അത് അതിൻ്റെ കാര്യം എന്താ? ദൈവം ന്യായപ്രമാണത്തെക്കുറിച്ച് ഉദ്ദേശിച്ചത് തന്നെയാണ്. ന്യായപ്രമാണത്തിൻ്റെ ഉദ്ദേശ്യമെന്ന് പറയുന്നത് മനുഷ്യരെ നീതിമാന്മാരാക്കുകയോ അവരെ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കൊണ്ടുവരുവാനായിട്ട് പ്രാപ്തരാക്കുകയോ ചെയ്യുക എന്നുള്ളതല്ല. ന്യായപ്രമാണത്തിൻ്റെ ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചാൽ, മനുഷ്യർക്ക് ദൈവത്തിൻ്റെ നിയമങ്ങളെ അനുസരിച്ച് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുകയില്ല എന്നവരെ ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ് ന്യായപ്രമാണത്തിൻ്റെ ഉദ്ദേശം. ന്യായപ്രമാണം കൊണ്ട് എന്താ പ്രയോജനം? അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് റോമാലേഖനം 3-ാമത്തെ അധ്യായത്തിൽ, ന്യായപ്രമാണം കൊണ്ട് പാപത്തെക്കുറിച്ചുള്ള ബോധ്യം വരിക അത്രേ ചെയ്യുന്നത്. നാം പാപികളാണ് എന്നുള്ളതായിരിക്കുന്ന കാര്യം, ദൈവം പറഞ്ഞ കാര്യം നിർവഹിക്കുവാൻ നമുക്ക് കഴിയുകയില്ല എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ന്യായപ്രമാണം നമുക്ക് തന്നത്. നാം പാപികളാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കാനായിട്ടാണ്. 2-ാമത്തെ ഗലാത്യ ലേഖനത്തിൽ പറഞ്ഞു എന്തിനാ ന്യായപ്രമാണം കൊടുത്തത്? ന്യായപ്രമാണം നമുക്ക് ശിശുപാലകനായി ഭവിച്ചു. ശിശുപാലകനായി ഭവിച്ചു എന്ന് പറഞ്ഞാൽ എന്താ അതിനർത്ഥം എന്ന് പറഞ്ഞാൽ, കർത്താവായ യേശുക്രിസ്തുവിനെ കൂടാതെ രക്ഷപ്പെടുവാൻ കഴിയുകയില്ല എന്നുള്ളതായിരിക്കുന്ന ബോധ്യം മനുഷ്യർക്ക് വരുത്തുന്നതിന് വേണ്ടിയാണ് ന്യായപ്രമാണം ദൈവം നൽകിയത്. ന്യായപ്രമാണം രക്ഷാകരമായിരിക്കുന്ന ഒരു പരിപാടിയായിട്ടല്ല ദൈവം നൽകിയത്. പിന്നെയോ, ഇത് ദൈവം തന്നെ രക്ഷിക്കാതെ രക്ഷപ്പെടുകയില്ല. എൻ്റെ സ്വന്തം അധ്വാനം കൊണ്ടും പരിശ്രമം കൊണ്ടും അനുസരണം കൊണ്ടും സമർപ്പണം കൊണ്ടും ദൈവത്തിൻ്റെ ഇഷ്ടം നിർവഹിക്കുവാൻ കഴിയുകയില്ല എന്ന് മനുഷ്യനെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ന്യായപ്രമാണം നൽകിയത്. ന്യായപ്രമാണം നമ്മളെ രക്ഷകനിലേക്ക് നയിക്കുവാനുള്ളതായിരിക്കുന്ന മുഖാന്തരമാണ്. അതിനെക്കുറിച്ച് ഡോക്ടർ എസ് ലൂയിസ് ജോൺസൺ എന്ന് പറയുന്ന പ്രസംഗകൻ പറഞ്ഞപ്പോൾ പറഞ്ഞു, ന്യായപ്രമാണം എന്ന് പറയുന്ന ഒരു കണ്ണാടിയാണ്. ന്യായപ്രമാണം എന്ന് പറയുന്നത് ഒരു കണ്ണാടിയാണ്, അല്ലാതെ വെള്ളവും സോപ്പും അല്ല. നിങ്ങൾ കണ്ണാടിയുടെ മുമ്പിൽ പോയി നിൽക്കുമ്പോൾ, സഹോദരിമാരാണ് കണ്ണാടി മുമ്പിൽ കൂടി നിൽക്കുന്നതെന്നാണ് പൊതുവേ ഉള്ളതായിരിക്കുന്ന ഒരു പരാതി. ഏതായാലും ശരി, നിങ്ങൾ നിൽക്കുന്നതിനെ കുറിച്ച് എനിക്ക് പരാതിയില്ല. നിൽക്കുമ്പോൾ എന്ത് സംഭവിക്കും? മുഖത്ത് അല്പം ചെളിയുണ്ട് എന്ന് കണ്ടു. അപ്പോൾ മുഖത്ത് ചെളിയുണ്ടെന്ന് കണ്ടു, ഉടനെ നമ്മൾ എന്ത് ചെയ്യും? അതിനെ ശുദ്ധീകരിക്കാനായിട്ട് എന്ത് ചെയ്യും? കണ്ണാടിയിലോട്ട് മുഖം ചേർത്ത് ഒരയ്ക്കും. അങ്ങനെ വെച്ചാൽ നിങ്ങൾക്ക് വട്ടുണ്ടെന്ന് ആളുകൾ പറയും. കണ്ണാടിയുടെ ഉദ്ദേശം നിങ്ങളുടെ മുഖത്തെ വൃത്തിയാക്കുക എന്നുള്ളതല്ല, നിങ്ങളുടെ മുഖത്തുള്ള പ്രശ്നം നിങ്ങൾക്ക് കാണിച്ചു തരിക എന്നുള്ളതാണ് പ്രശ്നം. അതാണ് അതിൻ്റെ ഉപയോഗം. നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയോ? കണ്ണാടി നിങ്ങൾ മുഖത്തിന് കുഴപ്പമുണ്ട് എന്ന് നിങ്ങൾക്ക് കാണിച്ചു എന്ത് ചെയ്യണം? ഉടനെ തന്നെ സോപ്പിൻ്റെ അടുത്തേക്കും വെള്ളത്തിൻ്റെ അടുത്തേക്കും പൊയ്ക്കോണം. എന്നിട്ട് ഈ സോപ്പും വെള്ളവും ഒക്കെ ഉപയോഗിച്ച് മുഖം വൃത്തിയാക്കണം. ന്യായപ്രമാണത്തിൻ്റെ ഉദ്ദേശം എന്താണെന്നറിയാമോ? ന്യായപ്രമാണം നമ്മെ കർത്താവായ യേശുക്രിസ്തുവിലേക്ക്
യേശു ക്രിസ്തുവിൽ കൂടെ നമുക്ക് ലഭിക്കുന്നതായിരിക്കുന്ന പാപമോചനത്തിലേക്ക് നമ്മളെ നയിക്കേണ്ടതായിരിക്കുന്ന ദൈവത്തിന്റെ ക്രമീകരണമാണ്. അങ്ങനെയാണ് ന്യായപ്രമാണത്തിൽ നൽകിയിരിക്കുന്നത്. ഇറ്റ് ഈസ് ഓൺലി എ മിറർ, ഇറ്റ് കനോട്ട് ക്ലീൻ അസ്. ന്യായപ്രമാണത്തിന് നമ്മളെ ശുദ്ധീകരിക്കാനായിട്ട് കഴിയുകയില്ല. ന്യായപ്രമാണത്തിന് നമ്മുടെ പ്രശ്നം ബോധ്യപ്പെടുത്തി തരാനേ സാധിക്കുകയുള്ളൂ. അങ്ങനെയാണ് ന്യായപ്രമാണത്തിന് നൽകിയിരിക്കുന്നത്. ന്യായപ്രമാണം മനുഷ്യരുടെ പാപങ്ങളുടെ പരിഹാരത്തിനായിട്ട് ദൈവസന്നിധിയിൽ നീതിമാന്മാരാണ് എന്നുള്ള സാക്ഷ്യം പ്രാപിക്കാനുള്ള വഴിയാണെന്ന് വിചാരിച്ചപ്പോൾ തെറ്റിപ്പോയിട്ടോ. ന്യായപ്രമാണ പ്രകാരം നീതീകരണം അന്വേഷിച്ച് എല്ലാവരും പരാജയപ്പെട്ടു പോയി. അതിന്റെ കാരണം അതിന് ഉദ്ദേശമതല്ല, നമ്മുടെ പാപങ്ങളെ ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ്. നിങ്ങൾ രോഗികളായിട്ട് ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ ഡോക്ടർമാരെന്താ പറയുന്നത്? ചികിത്സ ചെയ്യാമെന്നാണ് പറയുന്നത്. അല്ല, ചില ഞങ്ങൾക്കൊക്കെ പരാതി ഉണ്ട് കേട്ടോ. സ്കാനിങ്, മറ്റ് പരിപാടി, ഇതിന് ബ്ലഡ് ടെസ്റ്റ്, ഈ പറയുന്നതായിരിക്കുന്ന പരിപാടികളെല്ലാം ചെയ്യാനായിട്ട് ഒരു ലിസ്റ്റ് വരും. ഞാൻ ചോദിക്കട്ടെ, MRI എടുത്താൽ എന്താ സംഭവിക്കുന്നത്? രോഗശാന്തി വരുമോ? ഇല്ലല്ലേ. അത് ദാറ്റ് ഈസ് നോട്ട് എ ക്യൂറേറ്റീവ് അറേഞ്ച്മെന്റ്. നമ്മുടെ രോഗത്തെ പരിഹരിക്കാനുള്ളതായിരിക്കുന്ന ഒരു പരിപാടിയല്ല, രോഗനിർണയത്തിനുള്ളതായിരിക്കുന്ന പരിപാടിയാണ്. ഇറ്റ് ഇസ് എ ഡയഗ്നോസ്റ്റിക് പ്രോസസ്. നമ്മുടെ പ്രശ്നം എന്താണ് എന്ന് കണ്ടുപിടിക്കാനുള്ളതായിരിക്കുന്ന പരിപാടിയാണ്. കണ്ടുപിടിച്ചല്ലേ ചികിത്സ ചെയ്യാൻ ഒക്കുകയുള്ളൂ. ന്യായപ്രമാണം കൂടാതെ കർത്താവിന്റെ അടുക്കലേക്ക് വരുവാൻ കഴിയുകയില്ല. നമ്മുടെ പ്രശ്നം എന്താണ് എന്നുള്ളത് നമുക്ക് ബോധ്യപ്പെടണം, നാം മനസ്സിലാക്കണം. പാപികളാണ് എന്നുള്ള കാര്യം ബോധ്യപ്പെടണം. രോഗികളല്ലാത്ത ആളുകൾ ചികിത്സയ്ക്ക് വരുമോ സഹോദരന്മാരെ? വരുമോ? എനിക്കൊരു രോഗവുമില്ല, ഞാൻ ചുമ്മാ ഒന്ന് ഡോക്ടറെ കാണാൻ വേണ്ടി വന്നത്. അവൻ ഡോക്ടർമാരെന്താ പറയും, എൻ്റെ സമയം മെനക്കെടുത്ത് അത് വീട്ടിൽ പോകാൻ പറ്റുമോ എന്ന് ചോദിക്കും. രോഗികൾക്കാണ് വൈദ്യനെ കൊണ്ട് ആവശ്യം, പ്രശ്നമുള്ള ആളുകൾക്കാണ് പരിഹാരം ആവശ്യം, പാപികൾക്കാണ് രക്ഷകനെ ആവശ്യം. മനുഷ്യർക്ക് രക്ഷ കിട്ടാത്തതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ അവർ പാപികളാണെന്ന് സമ്മതിക്കുകയില്ല എന്നുള്ളതാണ് അവരുടെ പ്രശ്നം. അതാണ് പ്രശ്നം. ന്യായപ്രമാണത്തിന്റെ ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് എ ഡയഗ്നോസ്റ്റിക് പ്രോസസ്. അത് നമ്മൾ പാപികളാണ്, കുറ്റക്കാരാണ്, ദൈവത്തിന് നിയമങ്ങളെ ലംഘിച്ചിരിക്കുന്നു, ദൈവത്തിന്റെ ക്രോധത്തിന് വിധേയപ്പെട്ട ആളുകളാണ്, ദൈവത്തിന് ന്യായവിധിക്ക് വിധേയരാണ് എന്നുള്ളതായിരിക്കുന്ന കാര്യം ബോധ്യപ്പെടുത്തുകയാണ്. അപ്പൊ അതിനെക്കുറിച്ച് പറഞ്ഞത് മരണത്തിന് ശുശ്രൂഷയാന്ന് പറഞ്ഞു. ന്യായപ്രമാണം എന്ന് പറയുന്നത് മനുഷ്യന്റെ പാപങ്ങളെ കണ്ടുപിടിക്കുന്നതും ആ പാപത്തിന് ദൈവത്തിന് ന്യായവിധിയെ അറിയിക്കുന്നതും അതിന്റെ ഫലമായിട്ട് മരണം വിധിക്കുന്നതുമായിരിക്കുന്ന പരിപാടിയാണ്. ന്യായപ്രമാണത്തെ കുറിച്ച് പറയുമ്പോൾ പറയും, ന്യായപ്രമാണം കൽപ്പന, കൽപ്പനാ ലംഘനം ശിക്ഷ. അതാണ് ന്യായപ്രമാണത്തിന്റെ പരിപാടി എന്ന് പറയുന്നത്. അതാണ്. അപ്പൊ അതുകൊണ്ട് ഇത് മരണ ശുശ്രൂഷയാണ്. അപ്പോൾ ഈ മരണ ശുശ്രൂഷ എന്ന് പറയുന്നതായിരിക്കുന്ന ഈ പരിപാടി ഇത്രയും തേജസ്സുള്ളതാണ് എങ്കിൽ ഈ മരണ ശുശ്രൂഷയ്ക്ക് വേണ്ടി ദൈവം ക്രമീകരിച്ചതായിരിക്കുന്ന മോശ ഇറങ്ങി വരും മുഖത്ത് നോക്കാൻ പറ്റില്ല കേട്ടോ. അത്രയ്ക്കും തേജസ്സുള്ള പരിപാടിയാണ്. ഇങ്ങനെയുള്ള ഈ ഡയഗ്നോസ്റ്റിക് പ്രോസസ് എന്ന് പറയുന്നത് ഇത്രയും മഹത്വകരമായ ഒരു കാര്യമാണെങ്കിൽ ഹൗ ഗ്ലോറിയസ് വിൽ ബി ദ ക്യൂറേറ്റീവ് പ്രോസസ്. ഈ രോഗത്തിന് പരിഹാരം വരുത്തുന്ന പരിപാടി എന്ന് പറയുന്നത് എത്രയധികം തേജസ്സുള്ളതായിരിക്കും. പൗലോസ് പറഞ്ഞു, ന്യായപ്രമാണം തേജസ്സുള്ളതാണ് എങ്കിൽ ആത്മാവിന്റെ പ്രമാണം എന്ന് പറയുന്നു നമ്മുടെ ഹൃദയത്തെ രൂപപ്പെടുത്തി അതിന്റെ പ്രശ്നങ്ങളെ പരിഹരിച്ച് ജീവിതത്തെ വ്യതിയാനപ്പെടുത്തി ദൈവത്തോട് നിരപ്പ് വരുത്തുന്നതായിരിക്കുന്ന സുവിശേഷത്തിന്റെ മഹത്വം എത്രയോ മഹത്വകരമായിരിക്കുന്ന പരിപാടി. ഹൗ ഗ്ലോറിയസ് ഈസ് ദ ഗോസ്പൽ ബിക്കോസ് ഇറ്റ് ഗിവ്സ് the solution to our problem. നമ്മുടെ പ്രശ്നത്തിന് ഉള്ളതായിരിക്കുന്ന യഥാർത്ഥമായ പരിഹാരം എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടെ ദൈവം വരുത്തിയതായിരിക്കുന്ന പാപപരിഹാരമാണ്, വീണ്ടെടുപ്പാണ്, നീതീകരണമാണ്. അതിനുള്ളതായിരിക്കുന്ന പരിഹാരം എന്ന് പറയുന്നത്. അതുകൊണ്ട് ന്യായപ്രമാണം അക്ഷരത്തിന്റെ ശുശ്രൂഷ, മരണത്തിന്റെ ശുശ്രൂഷ തേജസ്സുള്ളതാണ് എങ്കിൽ ആത്മാവിന്റെ പരിപാടി, ഹൃദയത്തെ രൂപപ്പെടുത്തുന്ന, പാപങ്ങളെ പരിഹരിക്കുന്ന, ജീവിതത്തെ വ്യതിയാനപ്പെടുത്തുന്ന, നമ്മെ ദൈവത്തോട് നിരപ്പിക്കുന്ന, ദൈവമക്കളാക്കുന്ന, സ്വർഗത്തിന് അവകാശികളാക്കുന്ന ദൈവത്തിന്റെ സുവിശേഷത്തിന്റെ മഹത്വം എത്രയോ അപാരമായിരിക്കുന്ന മഹത്വമാണ് എന്നപ്പസനായ പൗലോസ് പറയും. രണ്ടാമത് അദ്ദേഹം പറഞ്ഞപ്പോൾ പറഞ്ഞു, ആത്മാവിന്റെ ശുശ്രൂഷ ശിക്ഷാവിധിയുടെ ശുശ്രൂഷ തേജസ്സാകുന്നെങ്കിൽ ശിക്ഷാവിധിയുടെ ശുശ്രൂഷ. അപ്പം ഒന്നാമത് ന്യായപ്രമാണത്തെ കുറിച്ച് പറയുന്നത് എന്താ? അത് മരണത്തിന്റെ ശുശ്രൂഷയാണ്. കൽപ്പനാ ലംഘനം മരണം. അതാണ് ന്യായപ്രമാണം. കൽപ്പന വന്നപ്പോൾ എന്ത് ചെയ്തു?
കൽപ്പനകളെ ലംഘിച്ചു കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? ദൈവത്തിന് ന്യായവിധി. അതാണ് ന്യായപ്രമാണത്തിന്റെ സ്ഥിതി എന്ന് പറയുന്നത്. ഇത് ശിക്ഷാവിധിയുടെ ശുശ്രൂഷയാണ് ന്യായപ്രമാണം. ന്യായപ്രമാണം എന്ന് പറയുന്നത് ശിക്ഷാവിധിയുടെ ശുശ്രൂഷയാണ്. ന്യായപ്രമാണത്തിന് മനുഷ്യനെ ശിക്ഷിക്കാനേ സാധിക്കുകയുള്ളൂ, അവനെ കുറ്റം വിധിക്കാനേ സാധിക്കുകയുള്ളൂ, അവന്റെ പാപങ്ങളെ ചൂണ്ടിക്കാണിക്കാനേ സാധിക്കുകയുള്ളൂ. അതിൽ നിന്ന് അവനെ രക്ഷപ്പെടുത്താനായിട്ട് സാധിക്കുകയില്ല. ഇത് രക്ഷാകരമായ പരിപാടിയിൽ നമുക്ക് വളരെ പ്രാധാന്യമുള്ളതാണെങ്കിലും രക്ഷിക്കപ്പെടുന്നതിന് ശേഷം ഈ രണ്ട് ശുശ്രൂഷകൾക്ക് വിധേയപ്പെട്ട് പ്രവർത്തിക്കാനായിട്ട് സാധിക്കും. കൊരിന്ത്യയിൽ വന്നതായിരിക്കുന്ന, യഹൂദയിൽ നിന്ന് വന്നതായിരിക്കുന്ന ആളുകൾ രക്ഷിക്കപ്പെട്ട ആളുകളോട് പറഞ്ഞു, നിങ്ങളുടെ ശുശ്രൂഷ എന്ന് പറയുന്നത് ന്യായപ്രമാണത്തിന്റെ ശുശ്രൂഷയാണ്. ന്യായപ്രമാണത്തിന് വിധേയപ്പെട്ടാണ് ദൈവം ഒരു മനുഷ്യനെ വിശുദ്ധീകരിക്കുന്നത് എന്നുള്ളതായിരിക്കുന്ന ഈ ആശയമാണ് ഇവർ പറഞ്ഞത്. അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു, അത് ന്യായപ്രമാണം എന്ന് പറയുന്നത് ന്യായവിധിയുടെ ശുശ്രൂഷയാണ്. മനുഷ്യനെ ന്യായം വിധിക്കുവാൻ, കുറ്റം പറയുവാൻ, അവൻ്റെ കുറ്റം കണ്ടുപിടിക്കുവാൻ, അവനെ വിധിക്കുവാനല്ലാതെ അവനെ ഗുണപ്പെടുത്താനായിട്ട് ന്യായപ്രമാണം കൊണ്ട് സാധിക്കില്ല. വിധിക്കുകയൊക്കെ വേണം കേട്ടോ, ഒന്നും ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. ഞാൻ ചോദിക്കുന്നു, നമ്മുടെ മധ്യത്തുള്ളതായിരിക്കുന്ന പ്രധാനപ്പെട്ട ശുശ്രൂഷ എന്താ? ന്യായപ്രമാണത്തിന്റെ ശുശ്രൂഷയാണോ അതോ കൃപയുടെ ശുശ്രൂഷയാണോ? എല്ലാവരും വിധിക്കാനങ്ങ് നിൽക്കുകയല്ലയോ? എൻ്റെ ദൈവമേ, ഓരോരുത്തരുടെ കുറ്റം കണ്ടുപിടിക്കുക, ഞാൻ അവനേക്കാൾ മെച്ചമാണെന്ന് തെളിയിക്കുക, ഇതൊക്കെ ഈ പഴയ പരിപാടിയുടെ ഭാഗമായിട്ടുള്ളതായിരിക്കുന്ന ശുശ്രൂഷയാണ് നമുക്ക് ആവശ്യമായിരിക്കുന്നത്. അപ്പോസ്തലനായ പൗലോസ് ആവശ്യം ഇല്ല എന്നല്ല പറഞ്ഞത്, അതല്ല നമ്മുടെ കേന്ദ്രം എന്ന് പറയുന്നതല്ല, നമ്മുടെ ശ്രദ്ധ എന്ന് പറയുന്നത് അതിലേക്കല്ല. പിന്നെയോ ദൈവം വരുത്തുന്നതായിരിക്കുന്ന വിമോചനത്തെ സംബന്ധിച്ചാണ് നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാനായിട്ട് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. പറഞ്ഞപ്പോൾ പറഞ്ഞു, ശിക്ഷാവിധിയുടെ ശുശ്രൂഷ തേജസ്സാകുന്നുവെങ്കിൽ നീതിയുടെ ശുശ്രൂഷ എത്രയധികം തേജസ്സുള്ളത് ആയിരിക്കും. പ്രിയമുള്ളവരെ, ഞാൻ പറയാം, നീതി വരുത്തുവാൻ, ദൈവത്തിന്റെ മുൻപാകെ നമ്മളെ സ്വീകാര്യരാക്കി തീർക്കുവാൻ സുവിശേഷത്തിലൂടെ അല്ലാതെ മറ്റൊരു ക്രമീകരണവും ദൈവം ഉണ്ടാക്കിയിട്ടില്ല. ന്യായപ്രമാണം നമ്മളെ ന്യായം വിധിക്കുകയും നമ്മൾക്ക് ശിക്ഷ വിധിക്കുകയും ചെയ്യുമ്പോൾ, കുറ്റക്കാരാണെന്ന് തെളിയിക്കുമ്പോൾ, പാപികളാണെന്ന് നമ്മളെക്കുറിച്ച് തെളിയിച്ചു തരുമ്പോൾ, കർത്താവായ യേശു ക്രിസ്തുവിന്റെ പുണ്യാഹ രക്തമല്ലാതെ നമ്മുടെ പാപങ്ങളെ കഴുകിക്കളയുവാൻ വേറെ ഒരു ക്രമീകരണവും ദൈവം ഉണ്ടാക്കിയിട്ടില്ല. അപ്പം അതുകൊണ്ട് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു, മോശയുടെ മുഖം തേജസ് കൊണ്ട് നിറയുന്നതായിരിക്കുന്ന ഒരു ശുശ്രൂഷയാണ് ഈ ശിക്ഷാവിധിയുടെ ശുശ്രൂഷയെങ്കിൽ, മനുഷ്യന്റെ പാപങ്ങളെ പരിഹരിക്കുന്ന, അവരെ നീതിമാന്മാരായി പ്രഖ്യാപിക്കുന്ന, ദൈവത്തിന്റെ നീതി യേശുക്രിസ്തുവിന്റെ ചെലവിൽ നമ്മുടെ മേൽ കണക്കിടുന്ന സുവിശേഷത്തിന്റെ ശുശ്രൂഷ എത്രയോ തേജസ്സുള്ളതായിരിക്കുന്ന ഒരു ശുശ്രൂഷയാണ്. പക്ഷേ ഇതിനകത്തൊരു പ്രശ്നമുണ്ട് കേട്ടോ. ആ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, ഞാനിപ്പോൾ സുവിശേഷം പറയുക, പക്ഷേ എൻ്റെ മുഖത്തൊന്നും തേജസ്സൊന്നുമില്ല. ചെറിയ തേജസ് പോലെ ഉണ്ടെന്ന് തോന്നുന്നല്ലേ? ഉണ്ടോ? ഒരു ചെറിയ, അത് ഈ വെളിച്ചത്തിൻ്റെ തേജസ്സൊന്നുമല്ല. വെളിച്ചം അങ്ങനെയുള്ള വെളിച്ചത്തിലുള്ളൊരു തേജസ്സേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ ഈ പുതിയ ഉടമ്പടിയുടെ തേജസ് എന്ന് പറയുന്നത് ബാഹ്യമായ തേജസ് അല്ല കേട്ടോ, ഇത് ആന്തരികമായിരിക്കുന്ന തേജസ്സാണ്. ഇതിനെ ബാഹ്യമായിരിക്കുന്ന കണ്ണുകൾ കൊണ്ട് കാണുവാൻ കഴിയുന്ന തേജസ്സുമല്ല, ഇത് വിശ്വാസത്തിന്റെ കണ്ണുകളാൽ മാത്രം കാണുവാൻ കഴിയുന്നതായിരിക്കുന്ന തേജസ്സാണ്. അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞപ്പോൾ പറഞ്ഞു, ഞങ്ങളെ ഈ ലോകത്തിന്റെ ഒരു സ്കം, അതിൻ്റെതായിരിക്കുന്ന ഒരു മാലിന്യം എന്ന പോലെ ഞങ്ങളെ പരിഗണിക്കുകയും ഞങ്ങളെ അങ്ങനെയാണ് മനുഷ്യരെ ഞങ്ങളെക്കുറിച്ച് വിചാരിക്കുകയും ചെയ്യുന്നത്. വി ആർ കൺസിഡർഡ് എ സ്കം ഇൻ ദ വേൾഡ്, ബട്ട് ഫോർ ഷുവർ വി ആർ ഇൻഡീഡ് ദ മിനിസ്റ്റേഴ്സ് ഓഫ് ദ ന്യൂ കവനന്റ്. എന്നാൽ ഞങ്ങൾ പുതിയ ഉടമ്പടിയുടെ ശുശ്രൂഷകന്മാരാണ്, തേജസ്സേറിയൊരു ശുശ്രൂഷയുടെ ഉടമസ്ഥന്മാരാണ്. മോശയുടെ മുഖത്ത് നിന്ന് തേജസ് വന്ന പോലുള്ള തേജസ്സല്ല ഇതിന്റെ തേജസ്. പിന്നെ ഹൃദയങ്ങളെ പ്രകാശിപ്പിക്കുന്ന, ഹൃദയത്തിന് അന്ധകാരത്തെ നീക്കിക്കളയുന്ന, മനുഷ്യനെ വ്യതിയാനപ്പെടുത്തുന്ന, ദൈവത്തോട് നിരപ്പിക്കുന്ന തേജസ്സേറിയ ശുശ്രൂഷകന്മാരായിട്ടാണ് ദൈവം ആക്കിയിരിക്കുന്നത്. അത് ഭാഗ്യമായിരിക്കുന്ന തേജസ്സല്ല, മനുഷ്യർക്ക് കാണാൻ പറ്റുന്നതായിരിക്കുന്ന തേജസ്സല്ല. ഇത് ഹൃദയത്തിൻ്റെ കണ്ണുകൾ കൊണ്ട് മാത്രമേ കാണാൻ പറ്റുള്ളൂ. എന്തുകൊണ്ടാണ് സുവിശേഷത്തിന് ബഹുമാനമില്ലാത്തത്? സുവിശേഷത്തിന് ബഹുമാനമില്ലാത്തതിൻ്റെ കാര്യം എന്താ? അതിൻ്റെ തേജസ് ബാഹ്യമല്ല എന്നുള്ളത് കൊണ്ടാണ്. അനേകരും പറഞ്ഞു, God has packed the gospel not very attractively. ദൈവം സുവിശേഷത്തെ അതിനെ പാക്ക് ചെയ്തിരിക്കുന്നത് വെട്ടിത്തിളങ്ങുന്നതായിരിക്കുന്ന ഒരു പാക്കറ്റിലല്ല, ദൈവത്തിന്റെ കൃപയാൽ മാത്രം അതിന്റെ മൂല്യം കാണുവാൻ കഴിയുന്ന ഒരു നിലയിലാണ് ദൈവം സുവിശേഷത്തെ, അങ്ങനെയാണ് ദൈവം ക്രമീകരിച്ചിരിക്കുന്നത്.
അതിനെക്കുറിച്ച് അപ്പോസ്തലനായ പൗലോസ് പറയുമ്പോൾ പറയും, സുവിശേഷം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വവും രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവത്തിന്റെ ശക്തിയുമാകുന്നു. രക്ഷിക്കപ്പെടുന്ന ദൈവം തിരഞ്ഞെടുത്ത, ദൈവം കൃപ നൽകിയ, ദൈവത്തിന്റെ കരുണ മനസ്സിലാക്കിയ, സുവിശേഷത്തിന്റെ വെളിച്ചം ഹൃദയങ്ങളിലേക്ക് പ്രകാശിച്ച ആളുകളെ സംബന്ധിച്ച് സുവിശേഷം എന്ന് പറയുന്നത് മോസ്റ്റ് glorious message and reality that can ever come to the life of a person. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അവൻ ലഭിക്കാവുന്നതിൽ വെച്ച് ഏറ്റവും തേജസ്സേറിയ, ഏറ്റവും മൂല്യമുള്ള, ഏറ്റവും ഹൃദ്യമായിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് സുവിശേഷമാണ് എന്നുള്ളതായിരിക്കുന്ന കാര്യമാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. നീതിയുടെ ശുശ്രൂഷ എന്നാണ് പറഞ്ഞത്. കാര്യം ഒരു മനുഷ്യനെ ദൈവത്തിന് മുൻപാകെ നീതിയുള്ളവനാക്കുവാൻ, നീതിയുള്ളവൻ എന്നുള്ളതിനേക്കാൾ നീതിമാൻ എന്ന സ്ഥാനം എന്ന് പറയുന്നതാണ് മെച്ചല്ലേ. നീതിമാൻ എന്നുള്ള സ്ഥാനം ഡിക്ലെയർഡ് റൈച്ചസ്, നീതിമാനായിട്ട് പ്രഖ്യാപിച്ചു യേശുക്രിസ്തുവിന്റെ പേരിൽ. അങ്ങനെ അല്ലാതെ നീതിമാൻ എന്നുള്ള പരിഗണന ആർക്കും ലഭിക്കുകയില്ല. അതാണ് സുവിശേഷം. നമ്മെ പാപികളായിരിക്കുന്ന മനുഷ്യരെ യേശുക്രിസ്തുവിന്റെ ചെലവിൽ അവന്റെ നീതി നമ്മളുടെ പേരിൽ കണക്കിട്ട് നമ്മളെ നീതിമാന്മാരായി പരിഗണിക്കുന്ന, ദൈവത്തോട് നിരപ്പിക്കുന്ന, ദൈവത്തിന്റെ അടുക്കലേക്ക് കയറി വരുവാനുള്ള ധൈര്യം നൽകുന്ന ആ ക്രമീകരണമാണ് സുവിശേഷത്തിന്റെ ക്രമീകരണം എന്ന് പറയുന്നത്. ആത്മാവിന്റെ ശുശ്രൂഷ അധികം തേജസ്സുള്ളത് ആകെയില്ലയോ? ശിക്ഷാവിധിയുടെ ശുശ്രൂഷ തേജസ്സാകുന്നുവെങ്കിൽ നീതിയുടെ ശുശ്രൂഷ തേജസ്സേറിയത് ആയിരിക്കും. അതെ, തേജസ്സോട് കൂടിയത് ഈ കാര്യത്തിൽ ഈ അതിമഹത്തായ തേജസ് നിമിത്തം ഒട്ടും തേജസ്സില്ലാത്തതായി. അപ്പം പൗലോസ് മോശയുടെ മുഖത്തേക്ക് നോക്കിയിട്ട് പറഞ്ഞു തേജസ്സൊക്കെ ഉണ്ടെന്നുള്ള കാര്യം ശരിയാ, പക്ഷെ സുവിശേഷത്തിന്റെ അടുത്ത് വന്നാൽ യു ആർ ജസ്റ്റ് എ കാൻഡിൽ ഇൻ ഫ്രണ്ട് ഓഫ് ദി ഷൈനിങ് ലൈറ്റ്. സൂര്യന്റെ പ്രകാശത്തിന് മുമ്പിൽ നിൽക്കുന്ന ഒരു മെഴുകുതിരി പോലെ മാത്രമേ ഉള്ളൂ എന്ന് അപ്പോസ്തലനായ പൗലോസ് മോശയോട് പറയും. നിന്റെ മുഖത്തെ തേജസ് എന്ന് പറയുന്നത് സൂര്യന്റെ വെളിച്ചത്തിലുള്ളതായിരിക്കുന്ന ഒരു മെഴുകുതിരിയാണ്. തേജസ് ഉണ്ടെന്നൊക്കെയുള്ള കാര്യം ശരിയാണ്, എന്നാൽ ഈ അതിമഹത്തായ തേജസ്സിന്റെ മുൻപാകെ അത് ഒട്ടും തേജസ് ഇല്ലാത്തതായിട്ട് തീർന്നു. ഞാൻ ചോദിക്കുന്നത്, ഹൗ കൺവിൻസ്ഡ് ആർ യു അബൌട്ട് ദ ഗ്ലോറി ഓഫ് ദ ഗോസ്പൽ? സുവിശേഷത്തിന്റെ തേജസ്സിനെ സംബന്ധിച്ച്, അതിന്റെ മഹത്വത്തെ സംബന്ധിച്ച്, അതിന്റെ മൂല്യത്തെ സംബന്ധിച്ച് നമുക്ക് എത്രത്തോളം ബോധ്യമുണ്ട്? ഹൗ കൺവിൻസ്ഡ് ആർ വി അബൌട്ട് ദ ഗോസ്പൽ? സുവിശേഷത്തെ സംബന്ധിച്ചുള്ളതായിരിക്കും നമ്മുടെ ധൈര്യം എന്താണ്? അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞപ്പോൾ പറഞ്ഞു, നീ അതേ തേജസ്സോട് കൂടിയത് ഈ കാര്യത്തിൽ ഈ അതിമഹത്തായ തേജസ് നിമിത്തം ഒട്ടും തേജസ് ഇല്ലാത്തതായിട്ട് തീർന്നു. മോസസ് കാനോട്ട് സ്റ്റാൻഡ് വിത്ത് ജീസസ്. കർത്താവായ യേശുക്രിസ്തുവിന്റെ മഹത്വവുമായിട്ട്, സുവിശേഷത്തിന്റെ മഹത്വവുമായിട്ട് തുലനപ്പെടുത്തുമ്പോൾ മോശ എന്ന് പറയുന്നത് സൂര്യന്റെ മുൻപിലുള്ളതായിരിക്കുന്ന ഒരു മെഴുകുതിരി മാത്രമാണ് എന്ന് അപ്പോസ്തലനായ പൗലോസ് മോശയോട് പറയും. സുവിശേഷത്തിന്റെ മഹത്വം, സുവിശേഷത്തിന്റെ തേജസ്. എന്നിട്ട് മൂന്നാമത് ഞാൻ പറഞ്ഞു, ആദ്യത്തേത് മരണത്തിന് ശുശ്രൂഷയാണ്, ആത്മാവിന്റെ ശുശ്രൂഷ. മരണത്തിന് ശുശ്രൂഷയാണ് ന്യായപ്രമാണം, ആത്മാവിന്റെ ശുശ്രൂഷയാണ് സുവിശേഷം എന്ന് പറയുന്നത്. രണ്ടാമത് അദ്ദേഹം പറഞ്ഞപ്പോൾ പറഞ്ഞു, ന്യായവിധിയുടെ ശുശ്രൂഷയാണ് ന്യായപ്രമാണം, എന്നാൽ നീതിയുടെ ശുശ്രൂഷയാണ് പുതിയ ഉടമ്പടിയുടെ ശുശ്രൂഷ അല്ലെങ്കിൽ സുവിശേഷത്തിന്റെ ശുശ്രൂഷ എന്ന് പറയുന്നു. മൂന്നാമത് അദ്ദേഹം പറഞ്ഞു, നീങ്ങിപ്പോകുന്നതിന്റെ അന്തം. ഇസ്രായേൽ മക്കൾ കാണാതെ വണ്ണം മോശ മുഖത്ത് മൂടുപടം ഇട്ടതുപോലെയല്ല. അപ്പം ഒന്ന് നീങ്ങിപ്പോകുന്നതായിരിക്കുന്ന പരിപാടിയാണ്. ഇറ്റ് ഈസ് എ ടെമ്പററി കവനന്റ്. അല്പകാലത്തേക്ക്, ഒരു കാലഘട്ടത്തിലേക്ക് ദൈവം ക്രമീകരിച്ചതായിരിക്കുന്ന പരിപാടിയാണ് ഈ പഴയ ഉടമ്പടി, ന്യായപ്രമാണത്തിന്റെ പരിപാടി എന്ന് പറയുന്നത്. എന്നാൽ കർത്താവായ യേശുക്രിസ്തുവിൽ കൂടെ ദൈവം നമ്മോട് ചെയ്തതായിരിക്കുന്ന പുതിയ ഉടമ്പടി, സുവിശേഷം എന്ന് പറയുന്നത് ഒരിക്കലും അവസാനിക്കാത്ത, എബ്രായ ലേഖനത്തിന്റെ ഭാഷയെ പറഞ്ഞാൽ എന്ത് പറയും? നിത്യനിയമത്തിന്റെ രക്തത്താൽ, ഇറ്റേണൽ കവനന്റ്, നിത്യമായിരിക്കുന്ന ഉടമ്പടിയാണ് സുവിശേഷത്തിന്റെ ഉടമ്പടി. ഒരിക്കലും മാറ്റം വരാത്തതായിരിക്കുന്ന ഉടമ്പടിയാണ്. അബ്രഹാമിനോട് ദൈവം ചെയ്തതായിരിക്കുന്ന വാഗ്ദത്തത്തിന്റെ നിവൃത്തിയാണത്. ഞാൻ സകല ജാതികളെയും അനുഗ്രഹിക്കും എന്ന് അബ്രഹാമിനോട് പറഞ്ഞ കാര്യം, അതിനെക്കുറിച്ച് ഗലാത്യലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് എന്താ പറയുന്നത് അറിയാമോ? അദ്ദേഹം പറഞ്ഞു, 430 സംവത്സരങ്ങൾക്ക് ശേഷം വന്നതായിരിക്കുന്ന ന്യായപ്രമാണം അബ്രഹാമിനോട് ദൈവം ചെയ്തതായിരിക്കുന്ന ഉടമ്പടിയെ ക്യാൻസൽ ചെയ്യാനായിട്ട് വന്ന ഒരു പരിപാടിയല്ല. He said the covenant that has come in through Moses 430 years after it was made with Abraham is not a covenant which eradicates or cancels
the covenant that God has made with Abraham. അബ്രഹാമിനോടുകൂടെ ദൈവം ചെയ്തതായിരിക്കുന്ന ഉടമ്പടിയെ അതിനെ ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു പരിപാടിയല്ല, പിന്നെയോ അതൊരു ശിശുപാലകനായി ഭവിച്ചു. യേശുക്രിസ്തുവിന്റെ അടുക്കിലേക്ക് നമ്മളെ കൊണ്ടുവരുവാനുള്ളതായിരിക്കുന്ന ഒരു മുഖാന്തരമായിട്ടാണ് ന്യായപ്രമാണത്തെ നൽകിയത്. അത് താൽക്കാലികമായിരിക്കുന്ന ഉടമ്പടിയാണ്. എസ് ലൂയിസ് ജോൺസൺ എന്ന് പറയുന്ന ആൾ പറഞ്ഞ പ്രസ്താവന ഞാൻ ആവർത്തി. അദ്ദേഹം പറഞ്ഞു, ഇറ്റ് സ്റ്റാർട്ടഡ് ഓൺ എ മൗണ്ടൻ ആൻഡ് ഇറ്റ് എൻഡഡ് ഓൺ എ മൗണ്ടൻ. സീനായി പർവ്വതത്തിൽ ആരംഭിച്ച് ഗോൽഗോഥായുടെ മലമുകളിൽ അവസാനിച്ചതായിരിക്കുന്ന ഒരു പരിപാടിയാണത്. അത് സീനായി പർവ്വതത്തിൽ ആരംഭിച്ചുവെങ്കിൽ അത് ഗോൽഗോഥായിൽ കർത്താവായ യേശുക്രിസ്തുവിന്റെ മരണത്തിൽ അവസാനിച്ചതായിരിക്കുന്ന ഒരു പരിപാടിയാണ്. അന്ന് ദൈവം ദേവാലയത്തിന് തിരശ്ശീലകൾ രണ്ടായി ചീന്തി സ്വർഗത്തിലെ ദൈവത്തിന്റെ അടുക്കലേക്ക് യേശുക്രിസ്തുവിന്റെ പേരിൽ കടന്നു വരുവാനുള്ള അനുവാദം തന്ന് ദൈവം ആ പരിപാടിക്ക് അവസാനം കുറിച്ചു. ഇനിയും നാം ന്യായപ്രമാണത്തിന്റെ കീഴിലല്ല, പിന്നെ കൃപയ്ക്ക് അത്ര അധീനരായിരിക്കുന്നത് എന്ന് അപ്പോസ്തലനായ പൗലോസ് പറയും. It is a temporary covenant which cannot fulfill the requirement of the righteousness of God. ദൈവത്തിന്റെ നീതി നമുക്ക് പ്രാപിക്കുന്നതിന് നമ്മളെ പ്രാപ്തിപ്പെടുത്താനായിട്ട് കഴിയുന്ന ഒരു പരിപാടിയല്ല. It is a temporary covenant. അല്പകാലത്തേക്ക് നൽകിയതായിരിക്കുന്ന കാര്യമാണ്. അപ്പോൾ ഇതാണ് അപ്പോസ്തലനായ പൗലോസ് ആദ്യമേ പറഞ്ഞ കാര്യം, the glory of the new covenant. പുതിയ ഉടമ്പടിയുടെ തേജസ് അത് നിത്യമായിരിക്കുന്ന ഒരു ഉടമ്പടിയാകിയാൽ, അത് നീതി വരുത്തുന്നതായിരിക്കുന്ന ഒരു ഉടമ്പടിയാകിയാൽ, അത് ആത്മാവിൻ്റെ ക്രമീകരണത്തിലുള്ളതായിരിക്കുന്ന ഒരു ഉടമ്പടിയാകിയാൽ, അത് മോശയുടെ ഉടമ്പടിയെ പോലെയല്ല, അത് അത്യധികം തേജസ്സുള്ളതായിരിക്കുന്ന ഒരു ഉടമ്പടിയാണ് എന്നുള്ളതായിരിക്കുന്ന കാര്യമാണ് അദ്ദേഹം ആദ്യമേ നമ്മളോട് പറഞ്ഞത്. ദാറ്റ് ഇസ് ദ ഗ്ലോറി ഓഫ് ദ കവനന്റ്, ന്യൂ കവനന്റ് which is inaugurated through Jesus Christ. കർത്താവായ യേശുക്രിസ്തുവിന്റെ മരണപുനരുത്ഥാനങ്ങളിലൂടെ ദൈവം ആരംഭിച്ചതായിരിക്കുന്ന ഉടമ്പടി എന്ന് പറയുന്നത് അത് തേജസ്സേറിയ ഉടമ്പടിയാണ്. രണ്ടാമത്തെ പോയിന്റ്, ആദ്യത്തെ പോയിന്റ് 3 പോയിന്റ് വേറെ ഉണ്ട് കേട്ടോ, അത് നിങ്ങൾ മനസ്സിലാക്കി കാണാൻ വിചാരിക്കുന്നു. അത് ഈ പഴയ ഉടമ്പടിയും പുതിയ ഉടമ്പടിയും നമ്മൾ ധാരിക്കുന്ന 3 താരതമ്യങ്ങളെ കുറിച്ച് അപ്പോസ്തലനായ പൗലോസ് മുകളിൽ പറഞ്ഞ വാക്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തെ അദ്ദേഹത്തിന്റെ പ്രധാന പ്രസ്താവന എന്ന് പറയുന്നത് ദ ബോൾഡ്നെസ് ഓഫ് ദ ഗോസ്പൽ, സുവിശേഷത്തിന്റെ ധൈര്യത്തെക്കുറിച്ചാണ്. 14 മുതലുള്ളതായിരിക്കുന്ന 13 അതെ 12 മുതലുള്ളതായിരിക്കുന്ന വാക്യങ്ങളിൽ അദ്ദേഹം പറയുന്നത് സുവിശേഷത്തിന്റെ ധൈര്യമാണ്. ഈ വിധം പ്രത്യാശയുള്ളവരായി ഞങ്ങൾ വളരെ പ്രാഗൽഭ്യത്തോടെ സംസാരിക്കുന്നു. we have a boldness. ഞങ്ങൾക്ക് സുവിശേഷത്തെ സംബന്ധിച്ച് ധൈര്യമുണ്ട്, സുവിശേഷത്തെ സംബന്ധിച്ച് ഞങ്ങൾക്ക് പ്രാഗൽഭ്യമുണ്ട് എന്നുള്ളതായിരിക്കുന്ന കാര്യമാണ് മോശ പറയുന്നത്. അപ്പം ഈ പ്രാഗൽഭ്യത്തെ വിവരിക്കാനായിട്ട് പൗലോസ് മോശയെക്കുറിച്ച് പറയുന്നതായിരിക്കുന്ന ഒരു കാര്യം, പൗലോസ് വ്യാഖ്യാനിക്കുന്ന രീതി രസകരമാണ്. അദ്ദേഹം പറഞ്ഞു, നീങ്ങിപ്പോകുന്നതിൻ്റെ അന്തം ഇസ്രയേൽ മക്കൾ കാണാതെ വണ്ണം മോശ തൻ്റെ മുഖത്ത് മൂടുപടം ഇട്ടതുപോലെയല്ല. മോശ മൂടുപടം ഇട്ടതൊക്കെ കാണുന്നുണ്ടെങ്കിൽ നമുക്ക് എന്തുവാ തോന്നുന്നേ? നമുക്ക് തോന്നുന്നത് ആളുകളുടെ കണ്ണ് മഞ്ചാൻ പാടില്ല. മോശ ഇങ്ങോട്ട് വരും, മോശയുടെ മുഖത്തോട് നോക്കും, ആളുകളെല്ലാം കൂടെ നടുങ്ങി അങ്ങോട്ട് മുഖത്തോട് നോക്കാനും പറ്റുകയില്ല. പിന്നെ നമ്മൾക്ക് സൺഗ്ലാസ് വല്ലതും ഉപയോഗിക്കണം, അല്ലാതെ മോശയുടെ മുഖത്ത് നോക്കാൻ ഒക്കില്ല. അപ്പം മോശ വിചാരിച്ച് മനുഷ്യർക്ക് ഈ ഉപദ്രവം ഉണ്ടാക്കണ്ട, എന്ത് ചെയ്യാം, ഞാൻ മുഖത്ത് ഒരു മൂടുപടം ഇട്ടേക്കാം, ആളുകൾ ഇത് കണ്ട് ബുദ്ധിമുട്ടണ്ട. പൗലോസ് പറഞ്ഞപ്പോൾ അതല്ല മൂടുപടം ഇടാനുള്ള കാരണം എന്ന് പറഞ്ഞു. എന്താ മൂടുപടം ഇടാനുള്ള കാരണം? നീങ്ങിപ്പോകുന്നതിൻ്റെ അന്തം ഇസ്രയേൽ മക്കൾ കാണാതെ വണ്ണം. അതിനാ മോശ മുഖത്ത് മൂടുപടം ഇട്ടത് എന്ന് പറഞ്ഞാൽ ഈ തേജസ് കുറഞ്ഞു 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 വരും. പിന്നെ അവസാനം തേജസ് ഇല്ലാതായി തരും. പിന്നെ ദൈവത്തിന്റെ അടുക്കലേക്ക് ചെന്ന് പിന്നെ തേജസ് ചാർജ് ചെയ്യും കേട്ടോ. ഇത് മനുഷ്യർ കാണുന്നത് അതിനുവേണ്ടിയായി മൂടുപടം ഇട്ടത്. ഈ മങ്ങിപ്പോകുന്ന, നീങ്ങിപ്പോകുന്നതായിരിക്കുന്ന, കുറഞ്ഞു പോകുന്നതായിരിക്കുന്ന, ഇല്ലാതെ പോകുന്നതായിരിക്കുന്ന തേജസിന്റെ അന്തം ഇസ്രയേൽ മക്കൾ കാണാതിരിക്കേണ്ടതിന് മോശ മൂടുപടം ഇട്ടതുപോലെയല്ല. അപ്പൊ മോശയുടെ ഉദ്ദേശം എന്തായിരുന്നു? ഈ തേജസ് ഇല്ലാത്തവനാണ് മോശയെന്ന് ആരും പിന്നെ പറയരുത്. ആദ്യത്തെ തേജസ് കണ്ട ആളുകളൊക്കെ നടുങ്ങി കേട്ടോ. അടുത്തു വരാൻ പറ്റുമോ, വന്നാ കത്തിപ്പോകുമോ എന്നൊക്കെ വിചാരിച്ച് ഭയപ്പെട്ടിരിക്കുക. പിറ്റേ ദിവസം നോക്കിയാൽ യോശുവയും അഹരോനും പറയും, ഇന്നലത്തെ കണ്ടതിന് അത്ര ഇല്ല കേട്ടോ, ഇന്നിച്ചിരി കുറഞ്ഞു. ഒരാഴ്ച കഴിഞ്ഞ് കണ്ട കുഴപ്പമില്ല, തീർന്നു പോയി. അതാണ് മോശയ്ക്ക് അങ്ങനെ വരുന്നത് ഇഷ്ടമല്ല.
മോശ എന്ത് ചെയ്തു? ഇവരെ കാണുന്ന മൂടോടിടും. തേജസ് പോയ കാര്യം നിങ്ങളൊന്ന് കാണണ്ട, അത് മനസ്സിരിക്കുകയുള്ളൂ. ഈ തേജസ് പോയ കാര്യം നിങ്ങൾ കാണൂല്ലേ? മൂടുപടമല്ലേ ഇട്ടിരിക്കുന്നത്. പഴയ നിയമത്തിന്റെ ശുശ്രൂഷ എന്ന് പറയുന്ന ഈ ശുശ്രൂഷയാണ്, മൂടുപടത്തിന്റെ ശുശ്രൂഷയാണ്. മനുഷ്യരുടെ അനുസരണത്തിലും അവരുടെ നീതിയിലും സൽപ്രവൃത്തികളും അടിസ്ഥാനപ്പെട്ടതായിരിക്കുന്ന എല്ലാ ശുശ്രൂഷകളുടെ മേലും മൂടുപടമിടാതെ ശുശ്രൂഷകൾ നിവർത്തിക്കുവാനായിട്ട് സാധിക്കില്ല. മനുഷ്യരുള്ള നിലയിൽ കണ്ടാൽ മനുഷ്യരുടെ ബഹുമാനമൊക്കെ പോകും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ കുറെ കളി കളിക്കുമല്ലയോ? എന്തോ കളിയാ. നമ്മളുടെ അവകാശവാദങ്ങൾ, നാം പറയുന്നതായിരിക്കുന്ന വിശുദ്ധി, നമ്മളുടെ അനുസരണം, നമ്മളുടെ സമർപ്പണമൊക്കെ പച്ചയായി മനുഷ്യന് കണ്ടാൽ ബഹുമാനം തോന്നുകയില്ല എന്നുള്ളത് കൊണ്ട് മൂടുപടമിടേണ്ടതായിരിക്കുന്ന ഗതികേട് നമുക്കുണ്ട്. അതാണ് ദൈവത്തിന് വചനം നമ്മളോട് പറയുന്നത്. അതാണ് പ്രശ്നം. ഉള്ള കാര്യം ഉള്ളതുപോലെ പറയാന്നെങ്കിൽ ആൾക്ക് ബഹുമാനം വരികയില്ല. അതുകൊണ്ട് എന്ത് ചെയ്യണം സഹോദരി? നമുക്കൊരു മൂടുപടമൊക്കെ ഇട്ട് ആളുകൾ തിരിച്ചറിയാത്ത രീതിയിൽ, നമ്മൾ യഥാർത്ഥമായിരിക്കുന്ന സ്ഥിതി മനസ്സിലാകാത്ത രീതിയിലുള്ള പ്രകടനം നടത്തിയേ പറ്റുള്ളൂ. അതാണ് പഴയ ഉടമ്പടിയുടെ പ്രശ്നമെന്ന് പറയുന്നതാണ്. സ്വയനീതിയിലും സ്വയമായ അനുസരണത്തിലും സ്വയമായ സമർപ്പണത്തിലുമാണ് നമ്മുടെ ധൈര്യമെങ്കിൽ, ആ ധൈര്യം നിലനിർത്തണമെങ്കിൽ ഒരുപാട് കാപട്യം കാണിച്ച മതിയാകുള്ളൂ. ഒരുപാട് മൂടുപടങ്ങൾ ഇട്ടെങ്കിൽ മാത്രമേ നമ്മുടെ പേര് നിർത്തുവാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. കാരണം ചോദിച്ചാൽ ഇതൊക്കെ ദൈവത്തിന് നിലവാരമനുസരിച്ച് നിലനിൽക്കുന്നതായിരിക്കുന്ന അവകാശവാദങ്ങളല്ല. ദൈവസന്നിധിയിൽ സ്വീകാര്യമായിരിക്കുന്ന ഒരനുസരണവുമില്ല. ദൈവസന്നിധിയിൽ ദൈവത്തിന് സ്വീകരിക്കുവാൻ കഴിയുന്ന ഒരു സമർപ്പണവുമില്ല. നമ്മുടേതായിരിക്കുന്ന അവകാശവാദങ്ങളുടെ മുൻപിൽ നമുക്ക് ധൈര്യത്തോടെ ദൈവസന്നിധി നിൽക്കുവാനും കഴിയുകയില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? സാധാരണ മനുഷ്യരൊക്കെ ഈ മൂടുപടമില്ലയോ? നിങ്ങളൊക്കെ പറഞ്ഞാട്ടെ, ഇത് ഉള്ള നിലയിൽ ആളുകളെ കാണാനായിട്ട് ആളുകൾക്ക് സാധിക്കുമോ? ഇല്ലെന്നേ. ഇതൊക്കെ ഒരു പ്രകടനമാണ്. ഭക്തന്മാരാണ് എന്ന് വരുത്താനുള്ളതായിരിക്കുന്ന ഒരുപാട് നടനങ്ങൾ, അതിനുള്ളതായിരിക്കുന്ന ഒരുപാട് പരിപാടികൾ മനുഷ്യർക്കുണ്ട്. അതാണ് പഴയ ഉടമ്പടിയുടെ ശുശ്രൂഷ എന്ന് പറയുന്നത്. അതാണ് മൂടുപടമിടുക. കാരണം എന്താണെന്ന് ചോദിച്ചാൽ തേജസ് ഭംഗിപ്പോകുന്നു, നമ്മളെ അവകാശവാദങ്ങൾ നിലനിൽക്കുന്നില്ല, നമ്മൾ പറയുന്നത് പോലെ അല്ല കാര്യങ്ങൾ എന്ന് ആളുകൾ മനസ്സിലാക്കിയിട്ട് നമ്മളോടുള്ള ബഹുമാനം പോകും കേട്ടോ. അപ്പം അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? നമുക്കൊരു മൂടുപടമൊക്കെ ഇട്ട് ആരും അറിയാത്ത രീതിയിൽ കാണുമ്പോൾ എന്ത് ചെയ്യണം? ഈ മുഖമൊന്ന് കാണിച്ച ഉടനെ ഒരു തേജസ്സുള്ള സമയത്ത് മാത്രമേ മുഖം തുറക്കാവൂ, അല്ലെങ്കിൽ പ്രശ്നമാണ്. മോശ ഒരു ഉദാഹരണമായിട്ട് പൗലോസ് പറഞ്ഞാണ്. മോശ കൂടിയ ആളായിരുന്നു കേട്ടോ, അതൊന്നും നമുക്ക് സംശയിക്കേണ്ട. ദൈവസന്നിധിയിൽ ഇരുന്ന് ദൈവത്തിന് കൃപ പ്രാപിച്ചതായിരിക്കുന്ന ഒരു ദൈവ മനുഷ്യനാണെന്നുള്ള യാതൊരു സംശയമില്ല. എന്നാൽ പൗലോസ് പറഞ്ഞു, പക്ഷെ മുഖത്ത് മൂടുപടം ഇട്ടത് ഇതിന്റെ അന്തം ആളുകൾ കാണരുത് എന്ന് വിചാരിച്ചാണ്. അങ്ങനെയല്ല, അവരുടെ മനസ്സ് കഠിനപ്പെട്ടു പോയി. പ്രിയമുള്ളവരെ, ഞാൻ പറയാം, ഈ പഴയ നിയമത്തിന്റെ ശുശ്രൂഷ എന്ന് പറയുന്നത് നമ്മുടെ അനുസരണത്തിലും നമ്മളുടെ സമർപ്പണത്തിലും നമ്മളുടെ ജീവിതത്തിലും ഒക്കെ അടിസ്ഥാനപ്പെട്ടതായതുകൊണ്ട് നമ്മളിതിനെയൊക്കെ ഒരുപാട് ന്യായീകരിച്ചേ മതിയാകുള്ളൂ, അല്ലേ? നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ, പറയുന്ന കാര്യങ്ങളെയൊക്കെ ന്യായീകരിച്ച് ഹൃദയം കഠിനപ്പെട്ട് ദൈവത്തിന്റെ വെളിച്ചം നമ്മുടെ ജീവിതങ്ങളിലേക്ക് വരുവാൻ അനുവദിക്കാതെ നമ്മുടേതായിരിക്കുന്ന മുഖമൂടികൾ ധരിച്ച് ആ നിലയിലുള്ളതായിരിക്കുന്ന ഒരു പരിപാടിയാണിതെന്നാണ് പറഞ്ഞത്. അവരുടെ ഹൃദയം കഠിനപ്പെട്ടു പോയി. എന്നിട്ട് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു, പഴയ നിയമം വായിക്കുമ്പോഴൊക്കെയും ആ മൂടുപടം നീങ്ങാതെ ഇന്ന് വരെ ഇരിക്കുന്നതല്ലോ. പഴയ ഉടമ്പടിയിൽ അടിസ്ഥാനപ്പെട്ട മനുഷ്യരുടെ പ്രവൃത്തികളിലും അവരുടെ നീതിയിലും അവരുടേതായിരിക്കുന്ന അനുസരണത്തിലും അവരുടേതായ സമർപ്പണത്തിലും ഒക്കെ അടിസ്ഥാനപ്പെട്ടതായിരിക്കുന്ന പരിപാടി എന്ന് പറയുന്നത് ഹൃദയത്തെ കഠിനപ്പെടുത്തുന്ന, അന്ധകാരം ഹൃദയത്തിൽ നിറയ്ക്കുന്ന, യാഥാർത്ഥ്യങ്ങളെ കാണുവാൻ മനസ്സില്ലാത്ത ആ നിലയിലുള്ള ഒരു സ്ഥിതിയിലേക്ക് മനുഷ്യരെ ആക്കി തീർക്കും എന്നാണ് അപ്പോസ്തലനായ പൗലോസ് അതിനെ കുറിച്ച് പറയുന്നത്. മോശയുടെ പുസ്തകം വായിക്കുമ്പോൾ മൂടുപടം ഇന്നയോളം അവർ ഹൃദയത്തിന്മേൽ കിടക്കുന്നു. കാരണം ഇത് ആളുകൾ കാണല്ലോ, സത്യസന്ധമായി നമ്മളെ വെളിപ്പെടുത്താനായിട്ട് സാധിക്കില്ലല്ലോ. അതുകൊണ്ട് നമ്മുടെ പ്രവൃത്തികളെക്കുറിച്ചും നമ്മുടെ സമർപ്പണത്തെക്കുറിച്ചും ഒക്കെ പറഞ്ഞ് സത്യം ഗ്രഹിക്കുവാൻ കഴിയാത്ത രീതിയിൽ ഹൃദയത്തെ കഠിനപ്പെടുത്തി ന്യായീകരണവും അവകാശവാദങ്ങളും ഒക്കെ പുറപ്പെടുവിച്ച് നിൽക്കുന്ന ഒരു പരിപാടിയാണ് ഈ പഴയ ഉടമ്പടിയുടെ പരിപാടി എന്നാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. ഇതെന്താ പരിഹാരം? അതിൻ്റെ പരിഹാരത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞു, കർത്താവിങ്കിലേക്ക് തിരിയുമ്പോൾ മൂടുപടം നീങ്ങിപ്പോകും. അതാണ് പണി. കർത്താവിങ്കിലേക്ക് തിരിയുമ്പോൾ മൂടുപടം നീങ്ങിപ്പോകും.
നമുക്കിനി ഒന്നും മറച്ചു വെക്കേണ്ട കാര്യമില്ല കേട്ടോ. കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ ധൈര്യം ഒന്നും നമ്മളിൽ വെച്ചുകൊണ്ടല്ല നാം ദൈവത്തെയോ മനുഷ്യരെയോ നേരിടുന്നത്. സ്വർഗത്തിലെ ദൈവം തൻ്റെ പുത്രനായ യേശുക്രിസ്തുവിൽ കൂടെ നമുക്ക് തന്നതായിരിക്കുന്ന ദൈവത്തിൻ്റെ കൃപയാണ് നമ്മളുടെ ധൈര്യം എന്ന് പറയുന്നത്. പിന്നെ അതിനകത്ത് എന്താ മറയ്ക്കാനുണ്ട്? മൂടുപടത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. കാരണം സ്വർഗത്തിലെ ദൈവം തൻ്റെ പുത്രനായ യേശുക്രിസ്തുവിൽ കൂടെ നമുക്ക് തന്നതായിരിക്കുന്ന ദൈവത്തിൻ്റെ കൃപയും ദൈവത്തിൻ്റെ നീതിയും ദൈവസന്നിധിയിലുള്ളതായിരിക്കുന്ന നമ്മുടെ നിലയും അതൊരിക്കലും മങ്ങിപ്പോകാത്ത, ആരുടെയും മുൻപിൽ പ്രകടനം ആവശ്യമില്ലാത്ത, പച്ചയായി വെളിപ്പെടുത്തുവാൻ കഴിയുന്ന ഒരു ജീവിതത്തിൻ്റെ അനുഭവമാണ് എന്നാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. കർത്താവായ യേശുക്രിസ്തുവിൽ ഇവിടെ കിട്ടിയ ദൈവനീതിയെ നമ്മളെന്തിനാ മറങ്ങണേ? അത് നമുക്ക് സ്വന്തമായിട്ട് കിട്ടിയ കാര്യമൊന്നും അല്ലല്ലോ. അതിന് ശക്തി കുറയുമോ? ഒരാഴ്ച കഴിഞ്ഞപ്പം കർത്താവ് തന്ന നീതിയുടെ തിളക്കം കുറഞ്ഞേ ഇല്ലെന്നേ. ഇത് നിത്യത മുഴുവനും ദൈവത്തോട് നമ്മളെ നിരപ്പിച്ചതായിരിക്കുന്ന തൻ്റെ പുത്രനായ യേശുക്രിസ്തുവിൽ കൂടെ ദൈവം നമുക്ക് നൽകിയതായിരിക്കുന്ന ദൈവത്തിൻ്റെ നീതിയാണ്. അതുകൊണ്ട് എൻ്റെ പൊന്നു സഹോദരങ്ങളെ ഞാൻ പറയാം, we need to turn to Christ and to the gospel. That is where our confidence is. നമ്മൾ ധൈര്യം എന്ന് പറയുന്നത് സുവിശേഷമാണ്. നമുക്ക് ദാനമായി ദൈവം നമ്മളോട് സ്ഥാപിച്ചതായിരിക്കുന്ന ദൈവകൃപയുടെ ബന്ധമാണ് നമ്മുടെ ജീവിതത്തിന് ധൈര്യം എന്ന് പറയുന്നത്. What Jesus Christ has done is our confidence. നമ്മുടെ ധൈര്യം എന്ന് പറയുന്നത് കർത്താവായ യേശുക്രിസ്തു നമുക്ക് വേണ്ടി ഒരിക്കലായി വരുത്തിയ പാപപരിഹാരവും അവന്റെ പാപപരിഹാര ബലിയുടെ അടിസ്ഥാനത്തിൽ നമ്മുടെ എല്ലാ പാപങ്ങളെയും അവൻ കഴുകിക്കളഞ്ഞതും നമ്മുടെ പാപങ്ങളെ ഇനി ഓർക്കയില്ല എന്ന് സ്വർഗത്തിലെ ദൈവം തന്റെ പുത്രനിലൂടെ നമ്മളോട് വാഗ്ദത്തം ചെയ്തതുമാണ് നമ്മുടെ ധൈര്യം എന്ന് പറയുന്നത്. നമ്മൾ കർത്താവിലേക്ക് തിരിയുമ്പോൾ മുഖം പ്രകാശിക്കും, നമ്മൾ തേജസ് മങ്ങിപ്പോകില്ല. കാരണം നമ്മുടെ ധൈര്യവും അടിസ്ഥാനവും ഒക്കെ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവാണ്. അവനാണ് നമ്മുടെ ജീവൻ, അവനാണ് നമ്മുടെ ധൈര്യം, അവനാണ് നമ്മുടെ നീതി, അവനാണ് നമ്മുടെ ജ്ഞാനം, അവനാണ് നമ്മുടെ വിശുദ്ധി. അപ്പൊ അതുകൊണ്ട് യേശുക്രിസ്തുവിലേക്ക് തിരിയുമ്പോൾ, കർത്താവിലേക്ക് തിരിയുമ്പോൾ മൂടുപടം നീങ്ങിപ്പോകും. എന്നിട്ട് അടുത്തതായിട്ട് നാം പറയുന്നതായിരിക്കുന്ന പ്രസ്താവന. അത് കഴിഞ്ഞതിന് ശേഷം അടുത്ത പോയിന്റിലേക്ക് ഞാൻ വരാം. അതെന്താണെന്ന് ചോദിച്ചാൽ, കർത്താവ് ആത്മാവാകുന്നു, കർത്താവിൻ്റെ ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. കർത്താവ് ആത്മാവാകുന്നു, കർത്താവിൻ്റെ ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. കർത്താവ് ആത്മാവാണോ? അപ്പോൾ പിന്നെ യേശുനാമക്കാരൻ പറഞ്ഞ പോലാണല്ലോ, കർത്താവായ യേശുക്രിസ്തുവാണ് പരിശുദ്ധാത്മാവ്, അങ്ങനെയാണോ? അതോ? കർത്താവ് ആത്മാവാകുന്നു. ഇത് യഹോവസാക്ഷി യേശുനാമക്കാർക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു വാക്യമാട്ടോ. യേശുക്രിസ്തു ആത്മാവ് ഒന്നാണെങ്കിൽ നിങ്ങളെ ഇത് ഒരാൾ തന്നെയാണ് എന്ന് പറയാൻ ഉപയോഗിക്കുന്നത്. എന്നാൽ അവർ ഇത് ശ്രദ്ധിച്ച് വായിക്കാതാ പറഞ്ഞു കേട്ടോ. കർത്താവ് ആത്മാവാകുന്നു പറഞ്ഞതിൻ്റെ കാര്യം എന്താ? കർത്താവ് ആത്മാവാകുന്നു എന്ന് പറഞ്ഞത് 6-ാമത്തെ വാക്യത്തിൽ താൻ ആരംഭിച്ചതായിരിക്കുന്ന വാദഗതിയുടെ അടിസ്ഥാനത്തിലാണത് പറഞ്ഞത്. അക്ഷരത്തിന് ശുശ്രൂഷകന്മാരല്ല, ആത്മാവിൻ്റെ ശുശ്രൂഷകന്മാരത്രേ. അക്ഷരം കൊല്ലുന്നു, ആത്മാവോ ജീവിപ്പിക്കുന്നു. കർത്താവ് ആത്മാവാകുന്നു. കർത്താവിൻ്റെ പരിപാടി എന്ന് പറഞ്ഞാൽ അക്ഷരത്തിൻ്റെ പരിപാടിയല്ല, കർത്താവ് ആത്മാവാകുന്നു. കർത്താവിൻ്റെ പരിപാടി എന്ന് പറഞ്ഞ ഹൃദയത്തെ രൂപാന്തരപ്പെടുത്തുന്ന, ആന്തരികമായ സത്യങ്ങളെ ഉൾക്കൊള്ളുന്ന, ജീവിതത്തെ വ്യതിയാനപ്പെടുത്തുന്ന അക്ഷരത്തിൻ്റെ പരിപാടിയല്ല, ഹൃദയത്തിൻ്റെ ഉള്ളിലേക്ക് കടന്നു ചെല്ലുന്നതായിരിക്കുന്ന ആത്മാവിൻ്റെ പരിപാടിയാണ്. കർത്താവ് ആത്മാവാകുന്നു. മോശ എന്ന് പറയുന്ന അക്ഷരമാണ്, എന്നാൽ കർത്താവ് എന്ന് പറയുന്ന ആത്മാവാണ്. അപ്പൊ കർത്താവിൻ്റെ ആത്മാവാണ് എന്ന് പറഞ്ഞപ്പോൾ യോഹന്നാൻ പറഞ്ഞതായിരിക്കുന്ന പ്രസ്താവന അതിനോട് ചേർത്ത് നമുക്ക് പറയാം. പറഞ്ഞു, അതുകൊണ്ട് പിതാവിനെ ആരാധിക്കുന്ന ആളുകൾ എന്ത് ചെയ്യും? ആത്മാവിലും സത്യത്തിലും അവനെ ആരാധിക്കണമെന്ന്. ഈ മലയിലല്ല, യെരുശലേമിലുമല്ല, ദൈവത്തെ ആരാധിക്കുന്നവർ സത്യത്തിലും ആത്മാവിലും അവനെ ആരാധിക്കണമെന്ന് പിതാവ് ആഗ്രഹിക്കുന്നു. നാഴിക വരുന്നു, ഇപ്പോൾ വന്നുമിരിക്കുന്നു എന്ന് കർത്താവ് പറഞ്ഞു. പറഞ്ഞതിൻ്റെ കാര്യം എന്ന് ചോദിച്ചാൽ, ആരാധന എന്ന് പറയുന്ന ഒന്നും ഭാഗ്യമല്ല. ഇത് ചട്ടങ്ങളിലും പരിപാടികളിലും ഒക്കെ അടിസ്ഥാനപ്പെട്ടതായിരിക്കുന്ന ഒരു പരിപാടിയല്ല. ഇത് ഉള്ളിലെ പരിപാടിയാണ്, ഇത് ഹൃദയത്തിൻ്റെ പരിപാടിയാണ്. ഇത് ജീവിതത്തെ സ്പർശിക്കുന്ന, ഹൃദയത്തിന് വ്യതിയാനം വരുത്തുന്ന കാര്യങ്ങളുടെ അന്തസത്ത കണക്കിലെടുക്കുന്ന അക്ഷരത്തിൻ്റെ പരിപാടിയല്ല. ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, നിങ്ങളുടെ ശുശ്രൂഷ അക്ഷരത്തിൻ്റെ ശുശ്രൂഷയാണോ അതോ ആത്മാവിൻ്റെ ശുശ്രൂഷയാണോ? നിയമത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ പറയും, നോട്ട് ദ ലെറ്റർ ഓഫ് ദ ലോ, ദ സ്പിരിറ്റ് ഓഫ് ദ ലോ. ദാറ്റ് ഈസ് മോർ ഇമ്പോർട്ടൻ്റ് അല്ലേ? അക്ഷരത്തിൻ്റെ നോട്ട് ദ ലെറ്റർ ബട്ട് ദ സ്പിരിറ്റ്, ദാറ്റ് ഈസ് മോർ ഇമ്പോർട്ടൻ്റ്. അക്ഷരമല്ല, ആത്മാവാണ് പ്രശ്നമെന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ മത്തായി സുവിശേഷം 5-ാമത്തെ അധ്യായത്തിൽ
കർത്താവ് ന്യായപ്രമാണത്തിൽ നിന്ന് വ്യാഖ്യാനിച്ചു കേട്ടോ. എന്താ വ്യാഖ്യാനത്തിന് വ്യത്യാസം? പഴയ നിയമക്കാർ പറഞ്ഞ അക്ഷരം കർത്താവ് എടുത്ത് ദൂരെ കളഞ്ഞു പറഞ്ഞു, അക്ഷരമല്ല ആത്മാവാണ് പ്രശ്നം എന്ന് പറഞ്ഞു. വ്യഭിചാരം ചെയ്യരുത് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. വ്യഭിചാരം ചെയ്യരുതെന്ന് വിളിയോട് എന്ത് തോന്നിയാസവും കാണിക്കാം. ഈ പറഞ്ഞതായിരിക്കും നിർവചനം അനുസരിച്ച് കുഴപ്പം കാണിക്കുന്നതേ ഉള്ളൂ. കർത്താവ് പറഞ്ഞത് മനസ്സിരിക്കട്ടെ. സ്ത്രീയെ മോഹിക്കേണ്ടതിന് വേണ്ടി അവനെ നോക്കുന്നതെല്ലാം ഹൃദയം കൊണ്ട് വ്യഭിചാരം ചെയ്തിരിക്കുന്നു. അവരുടെ ഈ അക്ഷരത്തിന്റെ പരിപാടി കർത്താവ് പൊളിച്ചു കളഞ്ഞു. കൊല ചെയ്യരുത് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഞാനോ നിങ്ങളോട് പറയുന്നത്, സഹോദരന്റെ നേരെ കോപിക്കുന്നവനെല്ലാം കൊലപാതകനാണ് എന്ന് കർത്താവ് പറഞ്ഞു. The letter is gone. The spirit is important. ആത്മാവാണ് പ്രശ്നം. കർത്താവ് ആത്മാവാകുന്നു. അക്ഷരത്തിന്റെ പരിപാടിയിൽ കർത്താവിന് താല്പര്യമില്ല. ബാഹ്യമായിരിക്കുന്ന പ്രകടനത്തിൻ്റെതായിരിക്കുന്ന അനുസരണം കൊണ്ട് ഒന്നും തമ്പുരാനെ പ്രസാദിപ്പിക്കാൻ നമുക്ക് സാധിക്കില്ല. He turned the table on us and he turned from letter to the spirit. ആത്മാവിലേക്ക്, അതിൻ്റെ അന്തസത്തയിലേക്ക്, അതെന്താണ് അർത്ഥമാക്കുന്നത് എന്നതിലേക്ക്. അത് മാത്രമല്ല കേട്ടോ, പരിശുദ്ധാത്മാവിലേക്കൊന്നും പറയാം. അത് രണ്ടും കൂടെ ഉൾപ്പെടുത്തിയാണ് അടുത്ത പ്രസ്താവന. ഏതാണ്? ആത്മാവാണ് എന്ന് പറഞ്ഞു. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ആത്മാവ് ഉള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. അപ്പം ഈ ആത്മാവിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ആ പരിശുദ്ധാത്മാവാണെന്നുള്ള ശരിയാ. എന്നാൽ കർത്താവ് ആത്മാവാണെന്ന് പറഞ്ഞപ്പോൾ പരിശുദ്ധാത്മാവിനെ കവിയുന്നതായിരിക്കുന്ന ഒരു ഡിമെൻഷൻ അതിനകത്തുണ്ട്. ആത്മാവെന്ന് പറയുന്നതായിരിക്കുന്ന പൊതുവായിരിക്കുന്ന ആഴത്തിലുള്ളതായിരിക്കുന്ന ഒരു അർത്ഥം അതിനുണ്ട്. എന്നാൽ ഈ പറഞ്ഞ ആത്മാവിനെ നമുക്ക് സാധ്യമാക്കി തീർക്കുന്നത് എങ്ങനെയാ? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാലാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എവിടെയുണ്ടോ അവിടെ സ്വാതന്ത്ര്യമുണ്ട്. ഇതിന് മുമ്പിലത്തെ പ്രസ്താവന എന്തുവായിരുന്നു? മൂടുപടമിട്ട്, അല്ലേ? അതിൻ്റെ അന്തം കാണാതിരിക്കേണ്ടതിന് മൂടുപടമിട്ടതുപോലെയല്ല. കർത്താവിങ്കിലേക്ക് തിരിയുമ്പോൾ മൂടുപടം നീങ്ങിപ്പോകുന്നു. മൂടുപടം നീങ്ങിപ്പോയതിന് വേറെ ഒരു വിശദീകരണമാണ് ഈ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. നമ്മളായിരിക്കുന്നത് പോലെ തന്നെ ദൈവത്തിന് മുൻപാകെയും മനുഷ്യരുടെ മുൻപാകെയും ആയിരിക്കുവാനുള്ളതായിരിക്കുന്ന സ്വാതന്ത്ര്യം. അതാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിലൂടെ ദൈവം നമുക്ക് തരുന്നതായിരിക്കും സ്വാതന്ത്ര്യം. വെച്ച് കെട്ടും വേഷം കെട്ടും ഒന്നും ആവശ്യമില്ല. We are what we are because of the grace of God. ദൈവത്തിന്റെ കൃപയാൽ. നമ്മുടെ ജീവിതത്തിൽ പാപങ്ങളുണ്ടോ? ഉണ്ടെന്നേ, മറച്ചു വെച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. പിന്നെയോ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം, അവന്റെ രക്തം നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമാകുന്നു. നമ്മളെ പാപങ്ങൾ കടിഞ്ചുവപ്പായിരുന്നാൽ ദൈവം അതിനെ ഹിമം പോലെ വെളുപ്പിക്കും. ഇനി എന്തിനായി മൂടുപടവും ഇട്ട് മറച്ചുകൊണ്ട് നടക്കേണ്ട കാര്യം എന്നാ? വരിക, യേശുക്രിസ്തുവിന്റെ അടുക്കിലേക്ക് വരിക. അവന് ശുദ്ധീകരിക്കുവാൻ കഴിയാത്തതായിരിക്കുന്ന ഒരു പാപവുമില്ല എന്നാണ് സുവിശേഷം നമ്മളോട് പറയുന്നത്. മൂടുപടത്തിന് യാതൊരു ആവശ്യമില്ല. ഇനി നിങ്ങളോട് പറയുകയാണ്, ഞാൻ രക്ഷിക്കപ്പെട്ട ആളാണ്, എൻ്റെ പാപങ്ങളെയൊക്കെ ദൈവം ക്ഷമിച്ചത്. പിന്നെ പാപമുണ്ടോ? ഉണ്ടെന്നേ. എന്താ ഇനി ചെയ്യേണ്ടത്? പറയാം. നാം നമ്മുടെ പാപങ്ങളെ ഏറ്റു പറയുന്നുവെങ്കിൽ അവൻ നമ്മളോട് പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മളെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകുന്നു. ഇനിയും മൂടുപടത്തിന്റെ ആവശ്യമില്ല. ദൈവസന്നിധിയിൽ സ്വാതന്ത്ര്യത്തോടുകൂടെ നാം ആയിരിക്കുന്ന ഏത് പ്രതിസന്ധിയിലേക്കും കടന്നു വരുവാനും രൂപാന്തരപ്പെടുത്തുവാനും കഴിയുന്ന സുവിശേഷത്തിന് വിധേയപ്പെട്ട് ജീവിക്കുവാൻ കഴിയും എന്നുള്ളതായിരിക്കുന്ന കാര്യമാണ് ദൈവത്തിന്റെ വചനം നമ്മളോട് പറയുന്നത്. That is the freedom that we have in Christ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിക്കപ്പെട്ട് നിയമങ്ങൾക്കും ബന്ധനങ്ങൾക്കും ബാഹ്യമായിരിക്കുന്ന ചട്ടങ്ങൾക്കും ആചാരങ്ങൾക്കും വിധേയപ്പെട്ടല്ല, ഹൃദയത്തെ രൂപാന്തരപ്പെടുത്തിയ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് വിധേയപ്പെട്ട്, പാപങ്ങളെ ക്ഷമിച്ചു തന്ന കർത്താവായ യേശുക്രിസ്തുവിന് വിധേയപ്പെട്ട്, ഞാൻ നിങ്ങളുടെ പാപങ്ങളെ ഓർക്കയില്ല എന്ന് പറഞ്ഞ കർത്താവിന്റെ വാഗ്ദാനങ്ങൾ ധൈര്യപ്പെട്ട് ആയിരിക്കുന്ന നിലയിൽ തന്നെ ജീവിക്കുവാൻ, നമ്മുടെ പ്രശ്നങ്ങളെ ദൈവത്തിന്റെ സന്നിധിയിൽ തുറന്നു വയ്ക്കുവാൻ, അനുദപിക്കുവാൻ, മാനസാന്തരപ്പെടുവാൻ, വ്യതിയാനപ്പെടുവാൻ സ്വർഗത്തിലെ ദൈവം നമുക്ക് സ്വാതന്ത്ര്യം നൽകിയിരിക്കുന്നു എന്നുള്ളതായിരിക്കുന്ന കാര്യമാണ് സുവിശേഷം നമ്മളോട് പറയുന്നത്. സുവിശേഷത്തിൻ്റെ ധൈര്യം മറ്റേത് പരിപാടിയാണെങ്കിലും ധൈര്യമില്ല കേട്ടോ. മൂടുപടം ഇട്ടേക്കുള്ളൂ. എന്തെല്ലാം വേഷം കെട്ടുകൾ കെട്ടിയാൽ മനുഷ്യർക്ക് ലോകത്തിലൊക്കെ നിന്നു പോകാം. അതിനെക്കുറിച്ച് ഒരാൾ പറഞ്ഞ പോലെ അർദ്ധരാത്രിയിൽ സൂര്യൻ ഉദിച്ചാൽ എന്ത് ചെയ്യും? എന്ത് സംഭവിക്കും? പലയിടങ്ങളിൽ നിന്ന് ഓടി രക്ഷപ്പെടുന്നതായിട്ട് വരും. There are so many skeletons in the closet
നമ്മളുടെയൊക്കെ ജീവിതത്തിന്റെ ക്ലോസറ്റുകൾ നാം സൂക്ഷിച്ചിരിക്കുന്നതായിരിക്കുന്ന അസ്ഥിപഞ്ജരങ്ങളുണ്ട്. അവയുടെയൊക്കെ മറ നീക്കി വലിച്ചു കീറി മറകളും ഈ പറയുന്നതായിരിക്കുന്ന മൂടുപടവും ഒക്കെ മാറ്റി സുവിശേഷത്തിന്റെ വെളിച്ചം ജീവിതത്തിലേക്ക് കടന്നു വന്ന് ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുന്ന, പാപങ്ങളെ പരിഹരിക്കുന്ന, ജീവിതത്തെ വിജയകരമാക്കുന്ന ദൈവത്തിന്റെ പരിപാടിയാണ് സുവിശേഷത്തിന്റെ പരിപാടി എന്ന് പറയുന്നതാണ്. ക്രിസ്തുവിന്റെ ആത്മാവുള്ളയിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. സുവിശേഷമുള്ളയിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. സുവിശേഷമുള്ളയിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. കർത്താവ് ആത്മാവാകുന്നു. ക്രിസ്തുവിന്റെ ആത്മാവുള്ളയിടത്ത് സ്വാതന്ത്ര്യമുണ്ട് എന്ന് പറഞ്ഞു. ഒരു കാര്യം കൂടെ പറയണം. ഒരു പക്ഷേ അത് പറഞ്ഞ് എനിക്കെല്ലാം പൂർത്തീകരിക്കാനായിട്ട് സാധിക്കാത്തതുകൊണ്ട് ഞാൻ 2 പോയിന്റിൽ നിന്നങ്ങ് നിർത്താം. 2 പോയിന്റ് നിർത്താം. അപ്പം ഞാൻ പറഞ്ഞതാണ്, സുവിശേഷമെന്ന് പറയുന്നത് നിത്യമായി നിലനിൽക്കുന്നതും ദൈവത്തിൻ്റെ നീതിയിൽ അടിസ്ഥാനപ്പെട്ടതും ദൈവത്തിൻ്റെ നീതി സൗജന്യമായിട്ട് നമുക്ക് തരുന്നു, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളെ ദൈവം വ്യതിയാനപ്പെടുത്തുന്നതുമായിരിക്കുന്ന ദൈവത്തിൻ്റെ പദ്ധതിയാകിയാൽ മോശയുടെ തേജസ് പോലെയുള്ളൊരു തേജസ്സല്ല, തേജസ്സിൻ്റെ മേൽ തേജസ്സുള്ളതായിരിക്കുന്ന തേജസ്സേറിയ സുവിശേഷമാണ് എന്നുള്ള കാര്യമാണ് ആദ്യമേ പൗലോസ് പറയുന്നത്. രണ്ടാമത് പറഞ്ഞു, സുവിശേഷത്തിൻ്റെ ധൈര്യം എന്ന് പറയുന്നത് ഏതെങ്കിലും പരിപാടികൾ കൊണ്ട് മറച്ചു വെച്ച് ആളുകൾ കാണാതിരുന്നത് കൊണ്ട് രക്ഷപ്പെടുന്ന ഒരു പരിപാടിയല്ല. ഇത് മറകളൊക്കെ വലിച്ചു നീക്കി ഹൃദയത്തെ ശുദ്ധീകരിക്കുന്ന ദൈവത്തിൻ്റെ കർത്താവായ യേശുക്രിസ്തുവിന്റെ രക്തത്താൽ ശുദ്ധീകരിക്കപ്പെട്ട് ദൈവകൃപയാൽ ധൈര്യത്തോടുകൂടെ നിലനിൽക്കുവാൻ കഴിയുന്നതായിരിക്കുന്ന ദൈവത്തിൻ്റെ പരിപാടിയാണ് സുവിശേഷം. ഓ ദ ഗ്ലോറിയസ് ഗോസ്പൽ! എത്ര അത്ഭുതകരമായിരിക്കുന്ന സുവിശേഷം! ജീവിതത്തെ വ്യതിയാനപ്പെടുത്തുന്ന, നമ്മെ രൂപാന്തരപ്പെടുത്തുന്ന, നമ്മെ സ്വതന്ത്രരാക്കുന്ന ദൈവികമായ സ്വാതന്ത്ര്യം നമ്മുടെ ജീവിതങ്ങളിലേക്ക് അയക്കുന്ന സുവിശേഷത്തിന്റെ മഹത്വം എത്രയോ ശ്രേഷ്ഠമേറിയ മഹത്വമാണ്. ദൈവം നമ്മളെ സ്വാതന്ത്ര്യപ്പെടുത്തട്ടെ. നമ്മളെ ജീവിതങ്ങളെ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്ക് തുറന്നു വയ്ക്കാം. നമ്മുടെ പ്രശ്നങ്ങളെ പരിഹരിക്കുവാൻ കർത്താവ് മതിയായവനാണ്. സുവിശേഷം മതിയായതാണ്. നമുക്ക് ദൈവത്തിൻ്റെ കൃപയാൽ നമ്മുടെ ജീവിതങ്ങൾ വ്യതിയാനപ്പെടുവാനും രൂപാന്തരപ്പെടുവാനും സുവിശേഷം നമ്മുടെ ഹൃദയങ്ങളിലേക്ക്, രഹസ്യങ്ങളിലേക്ക്, ജീവിതത്തിൻ്റെ അറകളിലേക്ക് കടന്നു വരട്ടെ, നമ്മെ സ്വതന്ത്രമാക്കട്ടെ. അതാണ് ദൈവം നമ്മളോട് പറയുന്നതായിരിക്കുന്ന കാര്യം. സ്വർഗത്തിലെ ദൈവം അതിനായിട്ട് നമ്മളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗത്തിലെ വലിയവനായ ദൈവമേ, ഞങ്ങൾ അവിടുത്തേക്ക് നന്ദിയും സ്തോത്രങ്ങളും സ്തുതികളും ആരാധനയും അർപ്പിക്കുന്നു. ഞങ്ങൾക്ക് നൽകിയ സുവിശേഷത്തിൻ്റെ ആ വലിയ തേജസ്സിനായിട്ട്, മഹത്വമേറിയ തേജസ്സിനായിട്ട് ഞങ്ങൾ നന്ദിയോടെ അങ്ങേ സ്തുതിക്കുന്നു. കർത്താവേ, ഇത് ആത്മാവിൻ്റെ ഹൃദയത്തെ രൂപാന്തരപ്പെടുത്തുന്ന ദൈവത്തിൻ്റെ പരിപാടിയാകിയാൽ നന്ദിയോടെ സ്തോത്രം. ഇത് ഞങ്ങളുടെ നീതിയല്ല, സ്വർഗത്തിലെ ദൈവം അവൻ്റെ പുത്രൻ മുഖാന്തരം ഞങ്ങളുടെ മേൽ കണക്കിട്ട ദൈവത്തിൻ്റെ നീതിയാകിയാൽ നന്ദിയോടെ സ്തോത്രം. കർത്താവേ, ഇത് താൽക്കാലികമായിരിക്കുന്ന ഒരു പരിപാടിയല്ല, നിത്യത മുഴുവനും നിലനിൽക്കുന്ന, ദൈവത്തോട് ഞങ്ങളെ നിരപ്പിക്കുന്ന, ദൈവമക്കളാക്കി ഞങ്ങളെ തീർക്കുന്ന ദൈവത്തിൻ്റെ നിത്യപരിപാടിയാകിയാൽ ഞങ്ങൾ നന്ദിയോടുകൂടി അവിടത്തേക്ക് സ്തോത്രങ്ങൾ അർപ്പിക്കുന്നു. അതുകൊണ്ട് കർത്താവേ, ഇനി ഞങ്ങൾക്ക് മൂടുപടമിട്ട് രഹസ്യത്തിൻ്റെയും കാപട്യത്തിൻ്റെയും ഒരു പരിപാടിക്കും ആവശ്യമില്ലല്ലോ. ഞങ്ങളെ ശുദ്ധീകരിക്കുന്ന പുണ്യാഹ രക്തത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം. ഞങ്ങളെ രൂപാന്തരപ്പെടുത്തുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനായിട്ട് നന്ദിയോടെ സ്തോത്രം. കർത്താവ് അനുവദിക്കുന്ന ഈ വലിയ സ്വാതന്ത്ര്യം ഞങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളും അനുഭവിച്ചുകൊണ്ട് കർത്താവിനെ ആത്മാവിലും സത്യത്തിലും ആരാധിച്ച് ജീവിക്കുവാൻ അവിടെ ഞങ്ങളെ പ്രാപ്തിപ്പെടുത്തണം എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ അത്ഭുതകരമായ സുവിശേഷത്തിലേക്ക് ഞങ്ങളെ സമർപ്പിക്കുന്നു. അവിടുത്തെ അത്ഭുതകരമായ കൃപകൾക്കായിട്ട് നന്ദി പറയുന്നു. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ.